യേശുവിൻ്റെ ക്രൂശ് മരണം, ക്രൂശീകരണം, അടക്കം, ഉയർപ്പ് എന്നീ വിഷയങ്ങൾ ആക്ഷരികമായി സംഭവിച്ചതല്ല എന്നും അത് ഡിനോട്ട് ചെയ്യുന്നത് പ്രതീകാത്മകമായിട്ടുള്ള ഒരു കാര്യമാണെന്നും ചില സത്യങ്ങളാണെന്നും ഒരുപക്ഷെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിന് പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള വളരെയേറെ ബുദ്ധിമുട്ടുണ്ട് എന്നെനിക്കറിയാം. കാരണം ഇങ്ങനൊരു കാര്യം പറയുമ്പോൾ ഇത്രയും വർഷങ്ങൾ വിശ്വസിച്ച് വന്നിരുന്ന അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക്, ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വ്യതിയാനം ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് ഇതിനകത്തുള്ള സത്യം മനസ്സിലായാലും അതിനെ സ്വീകരിക്കാനും കറക്റ്റ് ചെയ്യാനും ഇന്നത്തെ ക്രിസ്തീയ സമൂഹം തയ്യാറാകില്ല എന്നുള്ളതും എനിക്കറിയാം. പക്ഷേ സത്യം അന്വേഷിക്കുന്ന എന്നെപ്പോലെ സത്യത്തിന് വേണ്ടിയിട്ട് വില കൊടുക്കുകയും ത്യാഗം നടത്തുകയും അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ അന്വേഷണം നടത്തുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു മെജോറിറ്റിക്ക് വേണ്ടിയല്ല ഞാനിപ്പോൾ മിണ്ടുന്നത്, ഒരു ചെറിയൊരു മൈനോറിറ്റിക്ക് വേണ്ടിയിട്ടാണ്. സത്യം എനിക്കറിയണം, സത്യമനുസരിച്ച് എനിക്ക് ജീവിക്കണം, ദൈവം വെളിപ്പെടുത്തി തരുന്ന സത്യങ്ങൾ എനിക്ക് മനസ്സിലാക്കുകയും അതനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുകയും വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളെ കുറിച്ചിട്ടാണ് ഞാൻ കൺസേൺഡ് ആയിരിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്ന 2 വാക്യങ്ങൾ, ഞാൻ കൂടുതൽ ഇന്ന് ക്രൂശീകരണത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡെപ്തിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ചിന്തയ്ക്ക് വേണ്ടിയിട്ട് 2 കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് ഇന്ന് നമുക്ക് വേണ്ടുന്ന ആനുകാലിക പ്രസക്തമായിട്ടുള്ള ചില കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, യേശുവിൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് ക്രൂശീകരണവുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങളുടെ ചിന്തയിൽ ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി ഇടേണ്ട കാര്യം, ഒന്ന് യോഹന്നാൻ്റെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിനകത്ത് 25-ാമത്തെ വാക്യത്തിനകത്ത് ഒരു കാര്യം പറയുന്നു. യോഹന്നാൻ 20:25 പറയുന്നത് ഇങ്ങനെയാണ്: മറ്റേ ശിഷ്യന്മാർ അവനോട്, കർത്താവേ, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറെ. ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. ഇത് നിങ്ങൾക്കറിയാം ഈ പോർഷൻ ഏതാണെന്നുള്ളത്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷത നൽകിയപ്പോൾ തോമസ് അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ തോമസ് വന്നു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ അവനോട് യേശു വന്ന കാര്യമൊക്കെ പറയുമ്പോൾ തോമസ് തിരിച്ചു പറയുന്ന കാര്യം ഇതാണ്. തോമസിൻ്റെ റെസ്പോൺസാണ് നമ്മളിപ്പോൾ വായിച്ചത്. മറ്റേ ശിഷ്യൻ എന്ന് പറയുന്നത് തോമസിനെ കുറിച്ചാണ്. അപ്പോൾ തോമസ് എന്ന് പറയുന്ന വ്യക്തി പറയാണ്, ഞാൻ യേശുവിൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ജീസസ് വരുന്നപ്പോൾ ജീസസ് കൈയും വിലാപ്പുറവും അവനെ കാണിച്ചിട്ട് നീ കണ്ട് വിശ്വസിക്കുക എന്ന് അവനോട് പറഞ്ഞു. അവൻ കൈയിട്ടൊന്നും നോക്കിയില്ല, വിരലിട്ടൊന്നും നോക്കിയില്ല. ജീസസ് അത് കാണിക്കുമ്പോൾ അവനപ്പോൾ തൻ്റെ കർത്താവേ എന്ന് പറഞ്ഞ് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യം, യേശുവിൻ്റെ കൈകളിൽ ആണിപ്പഴുത് ഉണ്ട് എന്ന് ബൈബിളിലൊരു റെഫറൻസ് കിടക്കുന്നത് തോമസിൻ്റെ റിപ്ലൈയിൽ നിന്നാണ്. ഈ തോമസിൻ്റെ റിപ്ലൈയിലല്ലാതെ വേറെ പുതിയ നിയമത്തിനകത്തോ പഴയ നിയമത്തിനകത്തോ ലേഖനങ്ങൾക്കകത്തോ ഒന്നും ആണിപ്പഴുതിൻ്റെ കാര്യം പറയുന്നില്ല. യേശുവിനെ 3 ആണിമേലാണ് ക്രൂശിച്ച് കൊന്നതെന്ന് സുവിശേഷങ്ങളിൽ ഒരിടത്തുമില്ല. അപ്പോൾ യേശുവിനെ ആണി കൊണ്ട് തറച്ചാണ് കൊന്നത് എന്നുള്ള അനുമാനം, അങ്ങനെ ഒരു ഊഹാഭോഗം, അങ്ങനെ ഒരു ചിന്ത ഉടലെടുത്തത് ഈ തോമസ് അപ്പോസ്തലൻ പറയുന്ന ഈ റിപ്ലൈയിൽ നിന്ന് മാത്രമാണ്. അല്ലാതെ യേശുവിനെ 3 ആണിമേൽ ക്രൂശിച്ചു എന്ന് ബൈബിൾ പറയുന്നേയില്ല. പിന്നെ എങ്ങനെയാണ് ഈ 3 ആണിമേൽ യേശുവിനെ ക്രൂശിച്ച ചിന്ത വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ ഒരു റെഫറൻസ് ഇത് മാത്രമേ ഉള്ളൂ. തോമച്ചൻ്റെ റിപ്ലൈ ആണ്, നിൻ്റെ കയ്യിൽ ആണിപ്പഴുത് കാണുകയും ഒരു വിരലിടുകയും ചെയ്തല്ലാതെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന തോമാച്ചൻ്റെ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റാണ് അതിൻ്റെ കാരണം. അപ്പോൾ എന്താണ് ഈ ആണിപ്പഴുത് എന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പോൾ ഇതിൻ്റെ മൂലഭാഷയിൽ, ഗ്രീക്ക് ഭാഷയിൽ എന്താണോ ഈ ആണിപ്പഴുത് അല്ലെങ്കിൽ ആണി ജീസസിനെ ആണിയിൽ തറച്ചു എന്നുള്ള ആ ഒരു മീനിങ്ങിൽ വരുന്നത്, ഇതേ കാര്യം മറ്റൊരു വേദഭാഗത്തിലും സെയിം സാധനം മറ്റൊരു വേദഭാഗത്തിലും പറയുന്നുണ്ട്. ഞാൻ അതുകൂടെ കാണിക്കാം. അത് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം.
കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. കൊലോസ്യർ 2:14, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മാച്ച് കുരിശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഒന്നുകൂടെ വായിക്കാം. ഇത് പൗലോസ് എഴുതുന്നതാണ്. അപ്പോൾ പൗലോസ് നമ്മളോട് പറയുന്നത് എങ്ങനെയാണ്? അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച് കുരിശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അപ്പോൾ ഇവിടെയും പ്രതിപാദിക്കുന്നത് കുരിശിൽ തറച്ചു, നെയിൽഡ് എന്നുള്ള ആ വാക്ക് തന്നെയാണ് മൂലഭാഷയിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഏതാണോ യോഹന്നാൻ്റെ സുവിശേഷത്തിനകത്ത് ജീസസിൻ്റെ കയ്യിലെ ആണിപ്പാട് ആണികളിൽ തറച്ചു എന്ന് എഴുതിയിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് ഇവിടെയും ഗ്രീക്ക് ഭാഷയിൽ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ വരുന്നത്, കുരിശിൽ തറച്ചു എന്നുള്ള മീനിങ്. അപ്പോൾ ഇത് നിങ്ങൾ ഗൂഗിളിലോ അല്ലെങ്കിൽ ബൈബിൾ ഡിക്ഷണറിയിലോ അല്ലെങ്കിൽ ബൈബിൾ ഏതെങ്കിലും റെഫറൻസിനകത്തോ ഒക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ക്രൂശിൽ തറച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രതീകാത്മകമായി തന്നെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് വളരെ വ്യക്തതയോടുകൂടെ അതിൻ്റെ കമൻറ്ററി നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇവിടെ ക്രൂശിൽ തറച്ചത് എന്താണ്? നമുക്ക് പ്രതികൂലമായിരുന്ന കയ്യെഴുത്ത്, ന്യായപ്രമാണ സംബന്ധമായി നമ്മൾ ചെയ്തിരിക്കുന്ന ആ തെറ്റുകളുടെ പട്ടികയെ, അപ്പോൾ നമുക്കിങ്ങനെ പറയാം, നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു സ്കാനിങ് മെഷീനിൽ നമ്മളെ കിടത്തിയിട്ട് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ആ സ്കാനിങ് മെഷീൻ ഒരു വലിയ റിപ്പോർട്ടിന് നീണ്ടൊരു റിപ്പോർട്ട് തരും. എന്തൊക്കെയാണ് നമുക്ക് കുഴപ്പങ്ങളുള്ളത്, എന്തൊക്കെയാണ് കുഴപ്പമില്ലാത്തത്, എന്തൊക്കെയാണ് പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത്, എന്തൊക്കെയാണ് ക്രിട്ടിക്കലായിട്ടുള്ള കണ്ടീഷൻ, ഇങ്ങനെ ഒരു വലിയ റിപ്പോർട്ട് നമ്മളെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്കാനിങ് മെഷീനകത്തുനിന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ശരീരത്തിന് പ്രതികൂലവും അനുകൂലവുമായിരിക്കുന്ന കാര്യങ്ങളെ പ്രതിപാദിക്കുന്ന ഒരു ലിസ്റ്റാണ് ആ സ്കാനിങ് മെഷീൻ തരുന്നത്. സെയിം വേ ന്യായപ്രമാണം വെച്ചിട്ട് നമ്മുടെ ലൈഫിനെ ഒന്ന് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ആ ന്യായപ്രമാണ സംബന്ധമായി നമുക്ക് ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ, അതാണ് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരിക്കുന്ന കയ്യെഴുത്തെന്ന് പറയുന്നത്, ന്യായപ്രമാണ സംബന്ധമായി നമ്മുടെ ജീവിതത്തിനകത്ത് കുഴപ്പങ്ങളുടെ ലിസ്റ്റാണ്. ഇതിനെ കുരിശിൽ തറച്ചു നമ്മിൽ നിന്ന് നീക്കി എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ ആ അതിക്രമങ്ങളെ നമ്മുടെ ലൈഫിനകത്തുള്ള ദൈവം നോക്കുമ്പോൾ ന്യായപ്രമാണ സംബന്ധമായി ഉണ്ടായിരിക്കുന്ന ആ കുഴപ്പങ്ങളെ മുഴുവൻ കുരിശിൽ തറച്ച് നീക്കിയെന്നാണ്. ഏത് കുരിശിലാണ് തറച്ചേ? ഇതെപ്പോൾ സംഭവിച്ചു? അക്ഷരാർത്ഥത്തിൽ ഈ യഹൂദന്മാരുടെ, നമ്മളങ്ങനെയാണല്ലോ കണ്ടിരിക്കുന്നത്, യഹൂദന്മാരുടെ പാപവിമോചകനായിട്ടാണ് യേശു വന്നിരിക്കുന്നത്. ക്രിസ്ത്യാനികൾ അത് ലോക പാപവിമോചകൻ എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഏതാണെങ്കിലും യഹൂദൻ്റെ പാപവിമോചകനാണെങ്കിലും ലോകത്തിൻ്റെ പാപവിമോചകനാണെന്നുണ്ടെങ്കിലും യേശുവിൻ്റെ കുരിശിനകത്ത് ജനങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങൾ കയ്യെഴുത്ത് പ്രിൻ്റ് ചെയ്ത് അത് ആണിയടിച്ച് തൂക്കിയിരുന്നു. ആകെ തൂക്കിയിരുന്നത് ജീസസിൻ്റെ തലയുടെ മുകളിൽ ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന് കളിയാക്കി എഴുതിയൊരു നെയിം പ്ലേറ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് പീലാത്തോസ് വെച്ചതെന്നാണ് പറയുന്നത്. അപ്പോഴെപ്പോഴാണ് ഇത് സംഭവിച്ചേ? ഈ കയ്യെഴുത്ത് പ്രതി എപ്പോഴും അവിടെ കൊണ്ട് ക്രൂശിച്ചേ? അപ്പോൾ വളരെ വ്യക്തമായിട്ട് ബൈബിൾ റെഫറൻസിനകത്ത് തന്നെ പറയുന്നുണ്ട്, ഈ പറഞ്ഞിരിക്കുന്നത് സിംബോളിക്കാണ്, അത് ആക്ഷരികമായി സംഭവിച്ച കാര്യമല്ല. സോ ഇതേ കാര്യം തന്നെയാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിനകത്ത് യേശുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചും പറയുന്നത്. സെയിം കാര്യം തന്നെയാണ്, അതും പ്രതീകാത്മകമായി തന്നെയാണ്. അപ്പോൾ ഒരിടത്ത് പ്രതീകാത്മകവും മറ്റത് ആക്ഷരികമായി സംഭവിച്ച കാര്യമായിട്ട് വരത്തില്ല. അപ്പോൾ ബൈബിൾ പറയുന്ന എല്ലാ കാര്യങ്ങളും മെറ്റാഫോർ രീതിയിൽ തന്നെയാണ്, രൂപകങ്ങളായി തന്നെയാണ്. അത് യേശുവിൻ്റെ കാര്യമാകട്ടെ, നമ്മുടെ കാര്യമാകട്ടെ, സുവിശേഷം പറയുന്നതാകട്ടെ, ലേഖനങ്ങൾ പറയുന്നതാകട്ടെ, പഴയ നിയമം പറയുന്നതാകട്ടെ, ത്രൂ ഔട്ട് ദ ബൈബിൾ പറയുന്ന എല്ലാ കാര്യങ്ങളും രൂപകങ്ങളാണ്, ആക്ച്വലി നടന്ന സംഭവങ്ങളല്ല. ഓക്കെ, സോ ഈ രീതിയിൽ ബൈബിളിനകത്തുള്ള കാര്യങ്ങളെ വ്യാഖ്യാനിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും ഗുണമുണ്ടാകത്തുള്ളൂ. അല്ലാതെ അത് ആക്ഷരികമായി സംഭവിച്ച കാര്യമാണെന്ന് പറഞ്ഞ് അതിനെ ആഘോഷമായിട്ടും ആചാരമായിട്ടും കൊണ്ട് നടക്കുകയാണെങ്കിൽ, അത് കേവലം ഒരു ആചാരമായിട്ട് മാത്രം ഇരിക്കുകയാണെങ്കിൽ, കേവലം ഒരു വിശ്വാസമായി മാത്രം നമ്മുടെ മനസ്സിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ആർക്കും ഉണ്ടാകാൻ പോകുന്നില്ല. സോ ഈ മെറ്റാഫോർ, ഇതിൻ്റെ രൂപകം, ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ എന്നിൽ ആ ചേഞ്ച് വരണം എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് ഇത് ആനുകാലിക പ്രസക്തിയുള്ള ഒരു കാര്യമായിട്ട് മാറുന്നത്.
സോ ഞാനിന്ന് ആദ്യം പറയാൻ ഉദ്ദേശിച്ചതാണ്, യേശുവിനെ ക്രൂശിൽ തറച്ചു അല്ലെങ്കിൽ അവനെ ആണികളിൽ തൂക്കിയിട്ടു എന്ന് പറയുന്ന ഒരു റെഫറൻസ് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതേ കാര്യം തന്നെയാണ് കൊലോസ്യറിനകത്ത് നമുക്ക് വിരോധമായിരിക്കുന്ന കാര്യങ്ങളെ ക്രൂശിൽ തറച്ചു എന്ന് പറയുന്നത്. സോ ഈ രണ്ട് കാര്യങ്ങളും ആക്ഷരികമല്ല, അത് പ്രതീകാത്മകമാണ്. അപ്പോൾ ഒരു ചിന്ത നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഉടലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് കാര്യങ്ങളുടെയും ഒരുമിച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ ക്രൂശീകരണം എന്ന് പറയുന്ന ആ പ്രോസസ്സ് ജീസസിൻ്റെ ലൈഫിനകത്ത് ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിനകത്തും വരേണ്ട മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാവും. കാരണം റോമാലേഖനം ആദ്യ അധ്യായങ്ങളെല്ലാം പറയുന്നത്, എസ്പെഷ്യലി 5-ാം അധ്യായവും 6-ാം അധ്യായവും പറയുന്നത് യേശുവിൻ്റെ ക്രൂശീകരണത്തിലും യേശുവിൻ്റെ അടക്കത്തിലും യേശുവിൻ്റെ ഉയർപ്പിലും നമുക്ക് പങ്കാളിത്തം ഉണ്ടാകണം എന്ന് തന്നെയാണ്. അപ്പോൾ അത് പ്രതീകാത്മകമായതുകൊണ്ടാണ് നമുക്കും അത് ഏറ്റെടുക്കാൻ പറ്റുന്നത്. യേശുവിൻ്റെ മരണം ആശ്ചര്യമായിരുന്നുവെങ്കിൽ, ക്രൂശുമരണവും അടക്കവും ഉയർപ്പും ആശ്ചര്യമായിരുന്നുവെങ്കിൽ, ഭൗമതലത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതായിരുന്നു എന്നുണ്ടെങ്കിൽ അതുപോലൊന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോസിബിളാണ്. പക്ഷെ അത് പ്രതീകാത്മകമായിരുന്നുവെങ്കിൽ, അത് രൂപകമായിരുന്നുവെങ്കിൽ, അതൊരു സിംബോളിക്കായിട്ടുള്ള കാര്യമായിരുന്നെങ്കിൽ അതേ കാര്യം നമ്മുടെ ലൈഫിനകത്തേക്ക് നമുക്കും അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ വേണമെന്നാണ് പൗലോസ് റോമാലേഖനത്തിനകത്തും ഗലാത്യ ലേഖനത്തിനകത്തും ഒക്കെ പറയുന്നത്. സോ ആ ഒരു പ്രോസസ്സ് എന്താണ്, ആ ഒരു ക്രൂശിൻ്റെ ലൈഫ് സ്റ്റൈൽ എന്താണ് എന്ന് നമ്മുടെ ലൈഫിനകത്ത് അത് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജീസസിൻ്റെ ലൈഫിനകത്തും നടന്നതും നമുക്ക് വരേണ്ടതുമായിട്ടുള്ള ചില ചിന്തകളാണ് ഞാൻ ഇന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതാകട്ടെ ഇന്നത്തെ ക്രൂശിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യമായിട്ട് നോക്കേണ്ടത് ഗലാത്യർ ലേഖനം 4-ാം അധ്യായം വെച്ചിട്ട് നമുക്കതിനൊന്ന് പഠിക്കാൻ ശ്രമിക്കാം. ഗലാത്യർ ലേഖനം 4-ാം അധ്യായം. നമ്മൾ ഈ സുവിശേഷങ്ങളിൽ മാത്രമാണ് നമ്മുടെ പള്ളികളിലാണെങ്കിലും നമ്മുടെ പാസ്റ്റർമാരാണെങ്കിലും സുവിശേഷം വെച്ചിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ അവർ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ബൈബിളിൻ്റെ ആന്തരികമായിട്ടുള്ള സത്യങ്ങൾ മനസ്സിലാകാതെ പോകുന്നത്. പക്ഷേ ലേഖനങ്ങളാണ് നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തി ആധികാരികമായിട്ട് കൂടുതൽ നമ്മളിൽ എന്ത് ചേഞ്ചസ് വേണമെന്ന് പ്രതിപാദിക്കുന്നത് ലേഖനങ്ങളിലാണ്. അപ്പോൾ സുവിശേഷങ്ങളോടൊപ്പം തന്നെ ലേഖനങ്ങളും കൂടെ ചിന്തിച്ചാൽ മാത്രമേ അത് ആനുകാലികമായിട്ട് നമ്മുടെ ലൈഫിനകത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരാമെന്ന് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. സോ ഗലാത്യ ലേഖനം നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് നോക്കാം. ഗലാത്യ ലേഖനം 4-ാം അധ്യായമാണ് ഞാൻ ആദ്യം അതിന് വേണ്ടി പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ പഠനമൊക്കെ ഓൾറെഡി ഞാൻ എൻ്റെ യൂട്യൂബിനകത്ത് ചെയ്തിട്ടിട്ടുണ്ട്. ഗലാത്യ ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ എക്സ്പ്ലനേഷൻ വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടിട്ടുണ്ട്. സ്റ്റിൽ ഞാൻ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അതൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു 5-6 വർഷം മുമ്പേ ഗലാത്യ ലേഖനം, റോമാലേഖനം, കൊരിന്ത്യർ ലേഖനം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഒരു സീരീസ് ആയിട്ട് യൂട്യൂബിനകത്ത് ചെയ്തിട്ടിട്ട് ആരും കാണാൻ വന്നിട്ടില്ല. അച്ഛനിന്ന് ക്രിസ്ത്യാനിറ്റിക്കെതിരെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ വിശ്വാസ പ്രമാണങ്ങൾക്കെതിരെ സംസാരിക്കുന്നു, അച്ഛനിങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല, നല്ല കാര്യങ്ങൾ മാത്രം പറയൂ എന്നൊക്കെ ഘോരഘോരം ഇന്ന് വിമർശിക്കുന്ന ആൾക്കാർ 5 വർഷം മുമ്പ് ഇവിടെയായിരുന്നു. ഞാനിത് വളരെ എൻ്റെ യൂട്യൂബ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ 5 വർഷം മുമ്പുള്ള വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതെല്ലാം നിങ്ങൾക്ക് അവിടെ വളരെ വ്യക്തതയോടുകൂടെ ആധികാരികമായി ഞാൻ എല്ലാ പഠനങ്ങളും അവിടെ ഇട്ടിട്ടുണ്ട്. സോ ഇപ്പോൾ ഒരു കോൺട്രവേഴ്സി വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ആൾക്കാർ എന്നെ കാണാനും കേൾക്കാനും തുടങ്ങുന്നത്. സോ അവരുടെ അടുത്ത് എൻ്റെ ഒരു അഭ്യർത്ഥന, നിങ്ങൾ പഴയ വീഡിയോസ് കാണുക. അതിനകത്ത് ഈ കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിപ്പോഴല്ല ഞാൻ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒന്നുകൂടെ പറയുന്നത് പുതുതായിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിനകത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ആദ്യത്തെ 2 വാക്യങ്ങൾ പറയുന്നത്. അവകാശി എന്ന് പറയുന്നത് ജീസസ് ക്രൈസ്റ്റാണ്. അവകാശി സർവ്വത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. അപ്പോൾ ഇവിടെ അവകാശി എന്ന് പറയുന്നത് ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ചും, ദാസൻ എന്ന് പറയുന്നത് ആ കാലത്തെ ജീസസ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും അല്ലെങ്കിൽ മതവക്താക്കളും അവരെ കുറിച്ചിട്ടാണ് ദാസന്മാരെന്ന് പറയുന്നത്. കാരണം ആ കാലഘട്ടത്തിൽ ഈ മഹാപുരോഹിതന്മാരും പുരോഹിതന്മാരും അന്നുള്ള മതവക്താക്കളും അവരെ തന്നെ അഭിസംബോധന ചെയ്യുന്നത് ഞങ്ങൾ ദൈവത്തിൻ്റെ ദാസന്മാരെന്നാണ്. അതിന്നും അങ്ങനെയാണല്ലോ. ഇന്നത്തെ പുരോഹിതന്മാരും ഇന്നത്തെ പാസ്റ്റർമാരും അവരെ തന്നെ അഭിസംബോധന ചെയ്യുന്നത് ഞങ്ങൾ ദൈവദാസന്മാരാണ് എന്നുള്ളതാണ്. ദൈവത്തിന് ദാസന്മാരില്ല. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. അവരവരെ തന്നെ ദൈവത്തിൻ്റെ ദാസന്മാരാക്കി വെച്ചിരിക്കുന്നതാണ്. അല്ലാതെ ദൈവം ദാസത്വം ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. ദൈവത്തിന് ദാസന്മാരുമില്ല. അപ്പോൾ മതവക്താക്കൾ അവരെ തന്നെ പ്രതിപാദിക്കുന്നത് ദാസന്മാരായതുകൊണ്ടാണ്
ഈ വചനം ഇങ്ങനെ എഴുതാനായിട്ട് പൗലോസിന് പ്രചോദിതമാകുന്നത്. അപ്പോൾ അവകാശി എന്ന് പറയുന്നത് ജീസസ് ക്രൈസ്റ്റും ദാസന്മാരെന്ന് പറയുന്നത് മതവക്താക്കളുമാണ്. ഈ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലും മാറ്റമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവകാശി സർവ്വത്തിനും യജമാനനെങ്കിലും, അതായത് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന വ്യക്തി മകനാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്. അപ്പോൾ ആ പുത്രൻ എന്ന് പറയുന്ന ആ ഒരു പൊസിഷനെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ആദ്യം സംസാരിക്കുന്നത്. അപ്പോൾ ആ അവകാശി, പുത്രത്വത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ജീസസ് ക്രൈസ്റ്റ് സർവ്വത്തിനും, അങ്ങനെ വാക്യമുണ്ടല്ലോ, വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലതും അവൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴാണ്, അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, അവന് വേണ്ടിയും അവനാലും എന്നൊക്കെയുള്ള വാക്യങ്ങളൊക്കെ ഒത്തിരിയുണ്ട്. സോ സകലത്തിൻ്റെയും യജമാനൻ പിതാവാം ദൈവം ആ പുത്രത്വത്തിനകത്തേക്ക് ജീസസ് ക്രൈസ്റ്റിന് കൊടുക്കാൻ ആഗ്രഹിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ജീസസ് ക്രൈസ്റ്റ് സകലത്തിനും അവകാശിയാണ്. പക്ഷേ ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതന്നെയാണ്. അപ്പോൾ ദാസത്വം എന്ന് പറയുന്നത് തങ്ങളെ തന്നെ ശരിക്കും ദൈവത്തിന് വിധേയപ്പെടുത്തി, ദൈവം ഏതോ വലിയൊരു പൊസിഷനിലിരിക്കുന്ന വ്യക്തിയാണ്, അങ്ങ് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന വ്യക്തിയാണ്, അവിടെ പോയി കഴിഞ്ഞാൽ മരിച്ചു പോകും, ചത്തുപോകും എന്നൊക്കെ ഉള്ള ആ ഒരു ധാരണയിൽ പേടിച്ച് ദൈവത്തെ മറ്റൊരു രീതിയിൽ സേവിക്കുകയും ആരാധിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ് ദാസന്മാരെന്ന് പറയുന്നത്. പക്ഷേ പുത്രൻ അങ്ങനെയല്ല. പുത്രൻ അപ്പൻ്റെ അടുത്ത് എപ്പോൾ വേണമെങ്കിലും ഓടിപ്പോകാം. അപ്പൻ്റെ അടുത്ത് ഒരു ഔപചാരികതയുമില്ലാതെ പുത്രന്മാർക്ക് കടന്നു ചെന്ന് ആ സ്വാതന്ത്ര്യം കാണിക്കാൻ പറ്റും. പക്ഷേ ശൈശവദശയിലാണ് ആ പുത്രൻ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ, ബാല അവസ്ഥയിലാണ്, ആ ശൈശവദശയിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഒരു പരിമിതിയുണ്ട്. ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണെങ്കിൽ, കുഞ്ഞുങ്ങളുള്ള വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ 2 വയസ്സോ 4 വയസ്സോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഒരിക്കലും 2 വയസ്സോ 4 വയസ്സോ ഉള്ളൊരു കുഞ്ഞിന് അപ്പൻ്റെ അമ്മയുടെയും പൊസിഷൻ എന്താണെന്നോ, അവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണെന്നോ, അവരുടെ ആസ്തി എന്താണെന്നോ, അവരുടെ പൊട്ടൻഷ്യൽ എന്താണെന്നോ ഇതൊന്നും കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഒരു 2 വയസ്സോ 4 വയസ്സോ ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ അടുത്ത് പറഞ്ഞാലും അവർക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല. സോ അപ്പൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ അവരുടെ കുടുംബം, അതിൻ്റെ മഹിമയും അവരുടെ സമ്പത്തിൻ്റെ കാര്യവും അവരുടെ വെൽത്തിൻ്റെ കാര്യവും അവരുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടും ഇതൊന്നും കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകത്തില്ല. സോ നല്ല വെൽ ടു ഡു ഫാമിലി ആയിരിക്കാം, നല്ല ആസ്തിയുള്ള കുടുംബമായിരിക്കാം. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ആ കുഞ്ഞിനും കൂടെ അവകാശപ്പെട്ടതാണ്. ഓക്കെ, പണ്ടാരോ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് കണ്ടിട്ടുണ്ട്, ഒരു കുഞ്ഞിൻ്റെ അടുത്ത് 2000 രൂപയും ഒരു കയ്യിൽ വെച്ചിട്ട് ഒരു കയ്യിൽ ഐസ്ക്രീം വെച്ചിട്ട് ഇങ്ങനെ ചോദിക്കുക, ഏത് വേണം മോനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ 2000 രൂപയുടെ വാല്യൂ അറിയത്തില്ല. ഒരു ഐസ്ക്രീമിന് ചിലപ്പോൾ 25 രൂപയാകാം. ഈ 2000 രൂപ മേടിച്ചു കഴിഞ്ഞാൽ എത്ര ഐസ്ക്രീം മേടിക്കാൻ പറ്റും? പക്ഷേ കുഞ്ഞെപ്പോഴും കൈ നീട്ടുന്നത് ഐസ്ക്രീമിൻ്റെ ആ കയ്യിലേക്കായിരിക്കും. 2000 രൂപ കുഞ്ഞിന് മനസ്സിലാകത്തില്ല എൻ്റെ വാല്യൂ എന്താണെന്നുള്ളത്. സോ ആ ഒരു ശൈശവദശയിലിരിക്കുമ്പോൾ ഏതിനാണ് മൂല്യം, ഏതിനാണ് മൂല്യമില്ലാത്തത്, ഏതാണ് വേണ്ടത്, ഏതാണ് വേണ്ടാത്തതെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ജീസസും ആ പുത്രത്വത്തിൻ്റെ വെളിപാടിലേക്ക് വരുന്നതിന് മുമ്പ്, ആ ശരിക്കുമുള്ള ആ ഒരു റവലേഷനിലേക്ക് വരുന്നതിന് മുമ്പ്, ആ ശൈശവദശയിൽ എല്ലാ കാര്യങ്ങൾക്കും അടിമപ്പെട്ട് ഈ പ്രസ്ഥാനത്തിനും ഈ ചിന്താഗതിക്കുമൊക്കെ അതിൻ്റെ അകത്ത് ജീവിച്ചൊരു വ്യക്തിയാണ്. അത് അടുത്ത് പറയുന്ന വാക്യം, 2ാമത്തെ വാക്യം അതാണ്. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് നാം പറയുന്നു. അപ്പോൾ ഇത് യേശുവിനെ കുറിച്ചാണ്. അപ്പോൾ ആ ശൈശവദശയിലിരിക്കുന്ന ജീസസ് ക്രൈസ്റ്റ് നിങ്ങൾക്കറിയാമല്ലോ, 12ാം വയസ്സിൽ ദേവാലയത്തിലിരുന്ന് വാദിക്കുകയും തർക്കിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പനും അമ്മയും അവിടെ ചെന്നപ്പോൾ അപ്പനും അമ്മയും യേശുവിനെ കുറിച്ചുള്ള കൺസേൺ ഒക്കെ പറഞ്ഞപ്പോൾ യേശു അവരോട് കൂടെ പോവുകയും അവിടെ എഴുതിയിരിക്കുന്നൊരു വാക്യമുണ്ട്, യേശു അവർക്ക് കീഴ്പ്പെട്ടിരുന്നു, വിധേയപ്പെട്ടിരുന്നു എന്ന് ഒരു വാക്യം കൂടെയുണ്ട്. സോ ആ ഒരു മാനുഷിക സിസ്റ്റത്തിനകത്ത് ജീസസ് ശൈശവദശയിൽ കീഴ്പ്പെട്ട് തന്നെയാണ് ജീവിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് 2ാം വാക്യം ഇങ്ങനെ പറയുന്നത്, ആ പിതാവ് നിശ്ചയിച്ച അവധി വരുന്നത്, ആ ഒരു സമയപരിധി വരുന്നത് വരെ, ആ ഒരു പീരീഡ് ആകുന്നത് വരെ ജീസസ് ക്രൈസ്റ്റ് എന്ത് ചെയ്തു? രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും, ഇത് മതഭക്താക്കളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്, ആ മതവ്യവസ്ഥയ്ക്കകത്ത് തന്നെ ജീസസ് എന്ത് ചെയ്തു? കീഴ്പ്പെട്ടവനായിട്ടിരുന്നു. അടുത്ത 3ാം വാക്യം പറയുന്നത് നമ്മളെക്കുറിച്ചാണ്. 3ാം വാക്യം പറയുന്നത് എന്താ? അതുപോലെ ജീസസ് അങ്ങനെ കീഴ്പ്പെട്ടിരുന്നത് പോലെ, മതവ്യവസ്ഥയ്ക്കകത്ത് കീഴ്പ്പെട്ടവനായി ജീവിച്ചതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളിൽ കീഴ് അടിമപ്പെട്ടിരുന്നു. അപ്പോൾ ഇന്ന് ആരൊക്കെ ശൈശവദശയിലാണെന്ന് എനിക്കറിയത്തില്ല. ഈ ശൈശവം എന്ന് പറയുന്നത് ആത്മീയതയിലെ ശൈശവമാണ്.
ഭൗതികമായ ശൈശവമല്ല. ചില വ്യക്തികൾ 60-70 വയസ്സായാലും ശൈശവത്തിൽ തന്നെയാണ്. അവർ ജനിച്ചു കഴിഞ്ഞാൽ മരണം വരെ അവർ ഒരേ കാര്യം തന്നെയാണ് ആത്മീയതയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞായറാഴ്ച ആകുമ്പോൾ പള്ളിയിൽ പോകും, ബൈബിൾ എടുക്കും, പാട്ടുപാടും, വായിക്കും, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആരാധനാക്രമം വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ ചൊല്ലും. തുടങ്ങുന്നതും മരിക്കുന്നത് വരെ ഈ ആത്മീയതയിൽ ഏറ്റക്കുറച്ചുകളിലൊന്നും അവരുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകത്തില്ല. ആ ശൈശവത്തിൽ തന്നെ അങ്ങനെ മന്ദബുദ്ധികളെപ്പോലെ ജീവിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികൾ. ഞാൻ പറയേണ്ടത് നിങ്ങൾക്കറിയാം. എത്ര വർഷം കഴിഞ്ഞാലും അവർ ചൊല്ലുന്നത് ഒരേ പുസ്തകത്തിലെ ആരാധനാക്രമമാണ്. ഒരേ കാര്യം തന്നെയാണ് ആവർത്തിച്ച് ഒരു വ്യത്യാസവും അതിനകത്തുണ്ടാകത്തില്ല. ശൈശവമാണ്. അല്ലെങ്കിൽ വളർച്ച, ബുദ്ധിഭ്രമം സംഭവിച്ച കുഞ്ഞുങ്ങളെപ്പോലെ, വ്യക്തികളെപ്പോലെ ആ ഒരു മന്ദബുദ്ധികളായിട്ടിരിക്കുവാണ്. ഇത് യേശുക്രിസ്തു ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും അല്പവിശ്വാസികളായി പോയേ? ആ കണ്ടീഷനിലിരിക്കുവാണ്. സോ ഈ ശൈശവത്തിൽ നിന്ന് ഒരു മെച്യൂരിറ്റിയിലേക്കുള്ളൊരു ട്രാൻസിഷൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അത് യേശുവിലും സംഭവിക്കണമെന്ന് ആഗ്രഹിച്ചു, നമ്മിലും സംഭവിക്കണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നു. അപ്പോൾ പിതാവ് ഒരു ടൈം പീരീഡ് വെച്ചിട്ടുണ്ട്. ആ ടൈം പീരീഡിനകത്ത് മാത്രമേ ഈ ഒരു പ്രോസസ്സിനകത്തേക്ക് ദൈവം നമ്മളെ കണക്ട് ചെയ്യത്തുള്ളൂ. ആ ഒരു പ്രോസസ്സ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു കാര്യം നമ്മിലേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിസയർ ഉണ്ടാകണം, നമുക്കൊരു വാഞ്ച ഉണ്ടാകണം, നമുക്കൊരു അന്വേഷണ മനോഭാവം ഉണ്ടാകണം. അതാണല്ലോ ജീസസും പറഞ്ഞത്, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ. എല്ലാവർക്കൊന്നും ഞാൻ കൊടുക്കാൻ പോകുന്നില്ല. ദാഹത്തോടുകൂടെ എൻ്റെ അടുക്കൽ വരുന്നവന് ഞാൻ ജീവജല നദികൾ കൊടുക്കും. അത് എല്ലാവർക്കും ഉള്ളതല്ല, ദാഹിക്കുന്നവന് മാത്രമാണ്. ദാഹവും വിശപ്പുമുള്ളവർക്ക് മാത്രമേ ജീസസ് അത് ഓപ്പണാക്കി കൊടുത്തിട്ടുള്ളൂ, പബ്ലിക്കിന് അത് കൊടുത്തിട്ടില്ല. അതുപോലെ യേശു പറഞ്ഞു, നിങ്ങൾ മുട്ട്, നിങ്ങൾക്ക് തുറന്നു കിട്ടും, നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങൾ കണ്ടെത്തും. സോ ഈ അന്വേഷണ ത്വരയുള്ളവർക്ക്, ഈ മുട്ടാനായിട്ടുള്ള ആ ഒരു വാഞ്ചയുള്ളവർക്ക്, ആ തേഴ്സ്റ്റ് ഉള്ളവർക്ക് മാത്രമേ പിതാവ് ആ അവധിക്ക്, പിതാവ് ആഗ്രഹിക്കുന്ന സമയത്ത് ആ റവലേഷൻ, സൺഷിപ്പിൻ്റെ റവലേഷൻ, ആത്മാവിൻ്റെ റവലേഷൻസ്, ആ സ്പിരിച്വാലിറ്റിയുടെ പടവുകൾ കയറുവാനായിട്ടുള്ള ആ ഒരു വെളിച്ചം അവൻ്റെ ജീവിതത്തിനകത്തേക്ക് തുറന്നു കൊടുക്കത്തുള്ളൂ. അന്വേഷണ മനോഭാവമില്ലാതെ ഞാൻ പാരമ്പര്യ ക്രിസ്ത്യാനിയാണ്, ഞാൻ ജനിച്ചു കഴിഞ്ഞാൽ മരണം വരെ ഞാൻ ഇതിലേ പോകത്തുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന ആർക്കും ഈ ഒരു കാര്യം ഓപ്പണായി കിട്ടത്തില്ല. അവർ ജനിക്കുന്നതും മരിക്കുന്നതും ഈ ആത്മീയ ശൈശവത്തിൽ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ക്രൂശിൻ്റെ വഴിയിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പുത്രത്വത്തെക്കുറിച്ചിട്ടുള്ള ബോധമാണ്. സോ യേശുവിന് ഈ പുത്രത്വത്തെക്കുറിച്ചുള്ള ബോധം എപ്പോഴാണ് ഉണ്ടായെന്ന് ചോദിച്ചത് 30-ാമത്തെ വയസ്സിലാണ്. 30-ാമത്തെ വയസ്സിലാണ് യേശുവിൽ ഇത് ആക്റ്റീവാക്കി പിതാവ് കൊടുക്കുന്നത്. അപ്പോൾ ആ സ്നാനത്തിൻ്റെ ആ സമയത്ത് യോർദാനിൽ യോഹന്നാൻ സ്നാപകൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ വാഞ്ചയുള്ളത് കൊണ്ടാണ് ജീസസ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ജീസസ് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് എന്ത് സംഭവിച്ചു? അന്ന് വരെ ജീസസ് അനുഷ്ഠിച്ചു വന്ന ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും മതത്തിൻ്റെ ഡോക്ട്രിൻസിനെയും മോശയുടെ ന്യായപ്രമാണത്തെയും എല്ലാം ത്യജിച്ചിട്ടാണ്, എല്ലാത്തെയും ഉപേക്ഷിച്ചിട്ടാണ് യഹൂദ മതവക്താക്കളും യഹൂദ കൾച്ചറും അംഗീകരിക്കാത്ത യോഹന്നാനിലൂടെയുള്ള നവോത്ഥാന പ്രസ്ഥാനത്തിനകത്തേക്ക് ജീസസ് കാലെടുത്ത് വെക്കുന്നത്. ഒരിക്കലും യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ച ദൈവരാജ്യത്തിൻ്റെ ആ ശുശ്രൂഷയെക്കുറിച്ചോ അതിൻ്റെ മഹത്വത്തെക്കുറിച്ചോ അതിൻ്റെ ശരിക്കുമുള്ള സത്യത്തെക്കുറിച്ചോ അന്നുള്ള മോശയുടെ ന്യായപ്രമാണത്തെ വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്ത മതപുരോഹിതന്മാരും മതഭക്താക്കളും അംഗീകരിച്ചിരുന്നില്ല. അവരതിനെ ചോദ്യം ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു വിപ്ലവകരമായ ഒരു പ്രസ്ഥാനം അപ്പുറത്ത് പാരലായിട്ട് നിൽക്കുമ്പോൾ, യോഹന്നാൻ്റെ നേതൃത്വത്തിൽ പാരലായിട്ട് നിൽക്കുമ്പോൾ, ഈ യഹൂദൻ്റെ മതത്തിൻ്റെ കൾച്ചറിനെ ഉപേക്ഷിച്ചിട്ടാണ് ജീസസ് ആ നവോത്ഥാന പ്രസ്ഥാനത്തിലേക്ക് കാലെടുത്ത് വെച്ച് പോകുന്നത്. അപ്പോൾ ജീസസിൽ ഈ ഒരു ത്വരയുണ്ടായിരുന്നു, ഒരു അന്വേഷണ ത്വരയുണ്ടായിരുന്നു, ഒരു ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടുന്ന ഒരു അർജ് അകത്തുനിന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജീസസ് അങ്ങോട്ട് കാലെടുത്ത് വെച്ച് പോകുന്നത്. ഫൈൻ. അങ്ങനെ ആ ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിനകത്തേക്ക് പോയതിന് ശേഷമാണ് പിതാവ് പുത്രത്വത്തെ ഓപ്പണാക്കി കൊടുക്കുന്നത്. അപ്പോൾ ക്രൂശിൻ്റെ ആദ്യത്തെ ചുവടെന്ന് പറയുന്നത്, നിങ്ങൾ കെട്ടപ്പെട്ടിരിക്കുന്ന ഈ ഗലാത്യ ലേഖനത്തിനകത്ത് 4-ാം അധ്യായത്തിനകത്ത് 1, 2, 3 കാര്യങ്ങൾ പറയുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, മതത്തിൻ്റെ ആദ്യ പാഠങ്ങൾ, മതത്തിൻ്റെ ആ ഒരു ശൈശവ ദശയിലുള്ള ആ ഒരു രക്ഷകർത്തത്വം, ഗൃഹവിചാരകത്വം അതിനകത്ത് നിന്ന് പൊട്ടിച്ച് വെളിയിൽ വരുന്ന വ്യക്തികൾക്ക് മാത്രമേ പിതാവ് ആത്മീക റവലേഷൻ കൊടുക്കത്തുള്ളൂ എന്നുള്ളത് 100% സ്പഷ്ടമാണ്. ജീസസിൻ്റെ ലൈഫിനകത്ത് അതങ്ങനെ തന്നെയായിരുന്നു.
എപ്പോഴാണോ ജീസസ് ഈ പ്രസ്ഥാനത്തിനകത്തുനിന്ന്, മതപ്രസ്ഥാനത്തിനകത്തുനിന്ന് വെളിയിലേക്ക് കാലെടുത്ത് വെച്ച് യോഹന്നാൻ്റെ നവോത്ഥാന പ്രസ്ഥാനത്തിനകത്തേക്ക് ചുവട് വെച്ച് പോയത്, അവിടെ അദ്ദേഹത്തെ തന്നെ സമർപ്പിച്ചത്, അപ്പോഴാ പിതാവാം ദൈവം ആത്മീയ വെളിച്ചം തുറന്നു കൊടുക്കുന്നത്. ആദ്യത്തെ വെളിച്ചമെന്ന് പറയുന്നത് സൺഷിപ്പ്, പുത്രത്വമാണ്. അപ്പോൾ പിതാവ് എന്താ പറഞ്ഞേ? നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്താ പ്രസാദം തോന്നാൻ കാരണം? ആ ശൈശവത്തിൽ നിന്ന് മുതിർന്ന് പൗരുഷത്വത്തിനകത്തേക്ക്, മെച്യൂരിറ്റിയിലേക്ക് വരാനായിട്ടുള്ള ഒരു ആകാംക്ഷ, ദാഹം കാണിക്കുമ്പോൾ മാത്രമേ പിതാവിന് ആ സൺഷിപ്പിൻ്റെ ശരിക്കുമുള്ള ആ റവലേഷൻ തുറന്നു കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ മനസ്സിലാകത്തില്ല. ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് സൺഷിപ്പിൻ്റെ ആശയങ്ങൾ വളരെ ശക്തിയായിട്ട് പ്രസംഗിക്കുന്ന ഒരു മനുഷ്യനാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ സൺഷിപ്പ് പ്രസംഗിച്ചിട്ട്, ഈ സൺഷിപ്പ് എൻ്റെ ലൈഫിനകത്ത് ആക്റ്റീവ് ആകണം, എനിക്കതിനെ എന്നെ ഒന്ന് പ്രാപ്തനാക്കണമെന്ന് എൻ്റെ അടുക്കിലേക്ക് സമീപിച്ചത് വിരലിൽ എണ്ണാവുന്ന ചില വ്യക്തികൾ മാത്രം. അവരിന്ന് ശക്തന്മാരാണ്. സോ ബാക്കി വ്യക്തികൾക്കൊന്നും ഇതെന്താണെന്നുള്ള ഗ്രഹിക്കാനായിട്ടുള്ള താല്പര്യം ഇല്ല. അവർക്ക് അവരുടെ മക്കളുടെ കല്യാണം നടത്തണം, അവരുടെ ശവസംസ്കാരം നടത്തണം, അവരുടെ വീട് പാലുകാച്ച് നടത്തണം, വെഞ്ചരിക്കണം, കാറ് വെഞ്ചരിക്കണം, ഇങ്ങനെയുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്ത് ആത്മീയതയെ ശൈശവത്തിൽ വെച്ചിരിക്കുന്ന വ്യക്തികളായതുകൊണ്ട്, അച്ഛാ ഞാൻ പുത്രത്തിലേക്ക് വരായിരുന്നു, പക്ഷേ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശവസംസ്കാരം, അതുകൊണ്ട് എനിക്ക് പള്ളി വിട്ട് വരാൻ പറ്റില്ല. അച്ഛൻ ഞാൻ ഈ പുത്രത്വത്തിലേക്ക് വരാമായിരുന്നു, പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളുടെ കല്യാണം പള്ളിയിൽ വെച്ച് നടത്തിയില്ലെങ്കിൽ അത് വലിയ ഒരു കുറച്ചിലായി പോകും, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല. സോ ബഹുഭൂരിപക്ഷം പേരും പുത്രത്വത്തിനകത്തേക്ക് വരാത്തത് അവരുടെ പ്രസ്റ്റീജിന് കളങ്കം തട്ടും, കുടുംബത്തിൽ നിന്ന് അവരെ വേര് അറ്റുപോകും, പള്ളിയിൽ നിന്ന് അവരെ പുറത്താക്കും എന്നൊക്കെയുള്ള ഭയം കാരണമാണ് ആത്മീയതയിലേക്ക്, ദൈവം പോലും വച്ചിരിക്കുന്ന ആ ഒരു മഹത്തരമായിട്ടുള്ള ജീവിതശൈലിയിലേക്ക് വരാനായിട്ട് അവരെ തടയുന്ന ഏക കാര്യം അവരുടെ ഇങ്ങനെയുള്ള വിഷയങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ സൺഷിപ്പ് പ്രസംഗിക്കുകയും സൺഷിപ്പിൻ്റെ റവലേഷൻ കൊടുക്കാനുമായിട്ട് താല്പര്യപ്പെടുമ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് പുല്ലുവില കൽപ്പിക്കുന്ന ചില വ്യക്തികൾ മാത്രമേ ആ സൺഷിപ്പിനകത്തേക്ക് കടന്നു വന്നിട്ടുള്ളൂ. ഓക്കെ, ജീസസ് ക്രൈസ്റ്റും ഇതുപോലെ തന്നെയാണ്. ജീസസ് ക്രൈസ്റ്റിന് സഹോദരിമാരുണ്ട്, ജീസസ് ക്രൈസ്റ്റിന് സഹോദരന്മാരുണ്ട്, കസിൻസ് ഉണ്ട്. ഇവരൊന്നും സൺഷിപ്പിനകത്തേക്ക് വന്നിട്ടില്ല. യേശു ആ സൺഷിപ്പിനകത്തേക്ക് പോയപ്പോൾ ഇവരെല്ലാം യേശുവിനെ കളിയാക്കി. സോ ഞാനും ഈ സൺഷിപ്പിൻ്റെ റവലേഷൻ വന്നിട്ട് ഞാൻ എൻ്റെ ജോലിയൊക്കെ വിട്ട് എൻ്റെ ഭൗതിക ജീവിതത്തിനകത്തുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിട്ട് ഈ സൺഷിപ്പിന് വേണ്ടിയിട്ട് ആ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലിനകത്തേക്ക് ഞാൻ കണക്റ്റായി വന്നപ്പോൾ എന്നെ എല്ലാവരും വിമർശിച്ചു, കളിയാക്കി, എന്നെ ഭ്രാന്താന്ന് പറഞ്ഞു. ഈവൻ എൻ്റെ പട്ടത്വം, എൻ്റെ പൗരോഹിത്യത്വം ഞാൻ ഇതിന് വേണ്ടിയിട്ട് പുഷ്പം പോലെ ഊതിക്കളഞ്ഞു. പൗലോസ് പറഞ്ഞ പോലെ ചവറുമായിട്ട് എൻ്റെ പൗരോഹിത്യത്തെ ഞാൻ എടുത്ത് കളഞ്ഞു. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് പുത്രത്വത്തിലുള്ള ജീവിതമാണ്, കപടതയിലുള്ള ജീവിതമല്ല. സോ നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ മാത്രമേ ഞാനിത് പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിനകത്ത് പ്രയോജനകരമാകാൻ പോകുന്നുള്ളൂ. ഇല്ലെങ്കിൽ ഇവിടെ കൂടെ കേട്ട് ഇവിടെ കൂടെ അങ്ങ് പോകത്തേ ഉള്ളൂ, ഒരു കാറ്റടിച്ച പ്രതീതിയെ ഉണ്ടാകത്തുള്ളൂ. എല്ലാ ഞായറാഴ്ചയും അങ്ങനെയാണല്ലോ, പള്ളിയിൽ ചെന്നിരിക്കും, 1/2 മണിക്കൂർ 1 മണിക്കൂർ ഇവിടെ ചെന്നിരിക്കും, ഇവിടെ കൂടെ കേട്ട കാര്യങ്ങൾ ഇവിടെ കൂടെ പോവും, പള്ളിയുടെ അങ്കണം വിട്ട് വെളിയിൽ ഇറങ്ങുമ്പോൾ പഴയ മനുഷ്യനാവും, ജീവിതത്തിനകത്തൊരു പ്രയോജനം ഉണ്ടാകത്തില്ല. പക്ഷേ ഈ സൺഷിപ്പാണ് യേശുവിൻ്റെ ലൈഫിനകത്ത് 30 വയസ്സ് വരെ ഉണ്ടായിരുന്ന യേശുവിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ഈ ഒരൊറ്റ റവലേഷനാണ്. പിതാവ് പറഞ്ഞു, ആ മതത്തിൻ്റെ കൾച്ചറിൽ നിന്ന് വെളിയിലേക്ക് കാലെടുത്ത് വെച്ച ജീസസിൻ്റെ അടുത്ത് പിതാവ് പറഞ്ഞു, ഇപ്പോഴാടാ നീ എനിക്ക് പ്ലീസിങ് ആയിട്ടുള്ളൊരു മകനായത്. സോ നീയാണ് എൻ്റെ മകനാണ് ഇപ്പോൾ. അപ്പോൾ ജീസസിൻ്റെ പിതൃത്വത്തിനകത്തേക്ക് ഉള്ള ഒരു കോളിംഗ്, ആ സൺഷിപ്പിനകത്തേക്കുള്ളൊരു കോളിംഗ് വന്നത് ആ ചുവട് മാറ്റം സംഭവിച്ച സമയത്താണ്, ചിന്താഗതിക്ക് മാറ്റം സംഭവിച്ച സമയത്താണ്. ഇങ്ങനെയേ പൗലൂസിനും സംഭവിച്ചത്, ഇങ്ങനെയാണ് ശിഷ്യന്മാരിൽ എല്ലാവരും സംഭവിച്ചത്. അവർ തയ്യാറാകുമ്പോൾ മാത്രമേ ആ ലൈഫ് സ്റ്റൈൽ മാറത്തുള്ളൂ. സോ ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്, ആ കുരിശിൻ്റെ വഴിയിൽ ആദ്യം സംഭവിക്കേണ്ടത് നമ്മുടെ വാഞ്ച, ഡിസയർ. ആ വാഞ്ച ശക്തമായിട്ട് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കുമ്പോൾ ആ പുത്രത്വത്തിൻ്റെ വാതിൽ നമുക്ക് വേണ്ടി കർത്താവ് തുറക്കും. അതാണ് ഗലാത്യ ലേഖനം 1-2-3. ആദ്യത്തെ 2 വാക്യം യേശുവിനെ കുറിച്ചും 3-ാമത്തെ വാക്യം നമ്മെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഞാൻ എൻ്റെ അടുത്ത ചുവടിലേക്ക് പോകട്ടെ. ഓക്കെ, 4-ാമത്തെ വാക്യം പറയുന്നത് എങ്ങനെയാണ്? കാലസമ്പൂർണത വന്നപ്പോൾ
ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൻ്റെ കീഴ് ജനിച്ചവനായിട്ട് നിയോഗിച്ചത്. അപ്പോൾ യേശു നമ്മളെപ്പോലെ സാധാരണ ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് വന്നത്. ഒരു അമ്മ പ്രസവിച്ചത് തന്നെയാണ്. ന്യായപ്രമാണത്തിനകത്ത് അല്ലെങ്കിൽ മതത്തിൻ്റെ കൾച്ചറിനകത്ത് തന്നെയാണ്, അതിൻ്റെ കീഴെ തന്നെയാണ്. മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾക്കും ഡോക്ട്രിൻസിനകത്തും പഠിപ്പിക്കലുകൾക്കും അകത്ത് അടിമത്വത്തിൽ തന്നെയാണ്, കീഴ്പ്പെട്ടവനായിട്ട് തന്നെയാണ് യേശുവിനെ ജനിപ്പിച്ച് നിയോഗിച്ചത്. എന്തിനാ ദൈവം അങ്ങനെ ജീസസിനെ ജനിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാ? ഇതുപോലെ ഈ മതത്തിൻ്റെ അനുഷ്ഠാനങ്ങളിൽ, കൽപ്പനകളുടെ അടിയിൽ, ന്യായപ്രമാണത്തിൻ്റെ അടിയിൽ നമ്മെപ്പോലെ അടിമത്വത്തിൽ കിടക്കുന്ന വ്യക്തികൾ, 5-ാം വാക്യം, അങ്ങനെ ന്യായപ്രമാണത്തിൻ്റെ കീഴെ അടിമത്വത്തിൽ കിടക്കുന്ന വ്യക്തികളെ വിലയ്ക്ക് മേടിച്ച് പുത്രത്വത്തിനകത്തേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് ജീസസ് ക്രൈസ്റ്റിന് അതേ പ്രോസസ്സിലൂടെ കടത്തിവിട്ടത്. അപ്പോൾ ജീസസിൻ്റെ ക്രൂശ് മരണം എന്ന് പറയുന്ന ആ പ്രോസസ് കഷ്ടം നിറഞ്ഞതായിരുന്നു. ആ പുത്രത്വത്തിൻ്റെ ലൈഫിനകത്തേക്കുള്ള ചുവടുവയ്പ്പുകൾ കഷ്ടം നിറഞ്ഞതായിരുന്നു. ആ കഷ്ടത്തിലൂടെ കടന്നുപോയാലേ നമ്മെ അതിനകത്തുനിന്ന് റിലീവ് ചെയ്യാനായിട്ട്, സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ജീസസിന് കഴിയത്തുള്ളൂ. സെയിം വേ നമുക്കും ഇതേ ഒരു പ്രോസസ്സുണ്ട്. നമ്മൾ ആ പുത്രത്വത്തിനകത്തേക്ക് മതത്തിൻ്റെ കെട്ടുപെട്ടുകൾ പൊട്ടിച്ചുകൊണ്ട്, മതത്തിൻ്റെ വേലിക്കെട്ടുകൾ പൊളിച്ചുകൊണ്ട് നമ്മൾ പുത്രത്വത്തിനകത്തേക്ക് വന്ന് ആ പുത്രത്വത്തിൻ്റെ ലൈഫിനകത്തേക്ക് നമ്മൾ അഡോപ്റ്റഡായി കഴിയുമ്പോൾ പിന്നെ കുറച്ച് സമയം കഷ്ടത്തിൻ്റെ ഒരു ടൈം പീരീഡാണ്. ഇതാണ് ജീസസിൻ്റെ പീഡാനുഭവം. അല്ലാതെ നിങ്ങൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആക്ഷരികമായ കാര്യങ്ങൾ എടുത്തു വച്ചിട്ട് ഒരു ദിവസം സംഭവിച്ച അടിയും ചവിട്ടും കുത്തും തൊഴിയും തുപ്പുമൊന്നും അല്ല. ഈ പുത്രത്വത്തിൻ്റെ ലൈഫിനകത്തേക്ക് വരുമ്പോൾ ആ 3.5 വർഷവും ജീസസ്, ദ ഹോൾ 3.5 years ആ ശുശ്രൂഷയിൽ നിന്ന് അത്രയും 3.5 വർഷവും ജീസസ് അനുഭവിച്ച ആ പുത്രത്വത്തിനകത്തുള്ള ജീവിതത്തിനകത്ത് നേരിട്ട പ്രതിസന്ധികൾ, എതിർപ്പുകൾ, അവഗണനകൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, ഇതൊക്കെയാണ് ജീസസിൻ്റെ കഷ്ടാനുഭവം. ഞാൻ അതിന് തെളിവിന് വേണ്ടിയിട്ടൊരു വാക്യം എടുക്കാം. റോമാലേഖനം 8-ാം അധ്യായം 16-17 വാക്യം. അപ്പോൾ ജീസസിൻ്റെ ലൈഫിനകത്ത് മതത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് ആ നവോത്ഥാന പ്രസ്ഥാനത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ പിതാവാം ദൈവം യേശുവിനോട് പറഞ്ഞു, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ, ആരൊക്കെയാണോ ഇന്നുള്ള മതത്തിൻ്റെ അടിമത്വത്തിനകത്ത് നിന്ന് പുറത്തേക്ക് കാലെടുത്ത് വെച്ച് പിതാവ് ആഗ്രഹിക്കുന്ന ആത്മാവിൻ്റെ ലൈഫ് സ്റ്റൈലിലേക്ക് ജീവിതത്തെ മാറ്റാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തികളോടത്ത് പറയുന്നു. റോമർ 8:16 പറയുന്നു, നാം ദൈവത്തിൻ്റെ മക്കളെന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. എന്നിട്ട് അടുത്ത വാക്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കോണ്ടസ്റ്റിലുള്ള വാക്യം, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. അപ്പോൾ ആ പുത്രത്വത്തിൻ്റെ അകത്ത് വരുന്ന അധികാരം, പുത്രത്വത്തെക്കുറിച്ചും പുത്രത്തിനകത്ത് വരുന്ന അധികാരത്തെക്കുറിച്ചും പ്രിവിലേജസിനെ കുറിച്ചും പറഞ്ഞിട്ട്, പക്ഷേ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. 17-ാം വാക്യത്തിൻ്റെ സെക്കൻഡ് പാർട്ട് എന്താ? നാം അവനോടുകൂടെ തേജസ്വീകരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാലത്രേ. സോ ഈ ഒരു പ്രോസസ്സ് പുത്രത്വത്തിനകത്തുണ്ട്. സോ പുത്രത്വത്തിനകത്തുള്ള ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ഉയർപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ, റിസറക്ഷൻ കിട്ടണമെങ്കിൽ, ആ തേജസ്വീകരണം എന്ന് പറയുന്നത്, തേജസ് എന്ന് പറയുന്നത് ഉയർപ്പാണ്. ആ ഉയർപ്പിൻ്റെ അനുഭവം നമ്മുടെ ലൈഫിനകത്ത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകണം. ആ പ്രോസസ്സ് പീഠാനുഭവങ്ങളാണ്, കഷ്ടങ്ങളാണ്. ഓക്കെ, ഈ കഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭയങ്കര ക്വസ്റ്റ്യൻ മാർക്കൊന്നും ഇടണ്ട. ഏത് പ്രൊഫഷനകത്താണ് കഷ്ടമില്ലാത്ത? നിങ്ങളൊരു ടീച്ചറാണെങ്കിൽ ഇരിക്കട്ടെ, ഒരു LP സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണെങ്കിൽ നിങ്ങൾക്ക് മാസം കയ്യിലൊരു എമൗണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടി ഇടുന്നൊരു എഫേർട്ടുണ്ട്, കഷ്ടമുണ്ട്. രാവിലെ ഉറക്കമണിയിക്കണം, ബന്ധപ്പെട്ട വീട്ടിലെ കാര്യങ്ങളെല്ലാം റെഡിയാക്കണം, മക്കളുടെ കാര്യം റെഡിയാക്കണം. അത് കഴിഞ്ഞ് ട്രാൻസ്പോർട്ടേഷൻ, ചിലപ്പോൾ ബസ്സിലോ ട്രെയിനിലോ ബൈക്കിലോ ഒക്കെ കയറി സ്കൂളിലെത്തണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ടീച്ചേഴ്സിൻ്റെ പ്രശ്നം, പിള്ളേരുടെ പ്രശ്നം, അവിടെ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ, വാല്യുവേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അതിനകത്തൊക്കെ പലപ്പോഴും നിങ്ങൾ ഫെഡപ്പായിട്ടുണ്ട്, കഷ്ടം അനുഭവിച്ചിട്ടുണ്ട്. സോ നമ്മുടെ കഷ്ടപ്പാടിൻ്റെ റിവാർഡാണ് നിങ്ങൾക്ക് മന്ത്ലി കിട്ടുന്ന സാലറി, റൈറ്റ്? അത് ഏത് ജോലിയാണെങ്കിലും. ഈവൻ ഞാൻ ഒരു LP സ്കൂളിലെ ടീച്ചർ എന്ന് പറയുന്നത് ഏറ്റവും ഒരു സ്മോൾ ജോബ് എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന അതാണ്, ഈസി എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന അതാണ്. പക്ഷെ അതാണ് ഏറ്റവും വലിയ കഷ്ടം.
ഇതുപോലെ ഏറ്റവും പൊസിഷൻ IAS ആകട്ടെ, IPS ആകട്ടെ, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ അംബാസിഡർ ആകട്ടെ, ഇന്ത്യൻ പ്രധാനമന്ത്രി ആകട്ടെ, സോ ഏത് പൊസിഷനാണെങ്കിലും ആ പൊസിഷനകത്ത് ഒരു കഷ്ടമുണ്ട്, എഫേർട്ടുണ്ട്, പെയിനുണ്ട്. അതനുഭവിക്കുമ്പോഴാണ് നമുക്ക് അതിനകത്തുള്ളൊരു നന്മ, ഒരു സാലറി ആയിട്ടോ അല്ലെങ്കിൽ സാലറി ഹൈക്കായിട്ടോ അല്ലെങ്കിൽ പ്രൊമോഷനായിട്ടോ ഒക്കെ വരുന്നത്. സോ സെയിം വേ അടിമത്വത്തിനകത്ത് നിന്ന് പുത്രത്വത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വരുമ്പോൾ അനുഭവിക്കേണ്ടുന്ന ചില കടമ്പകളുണ്ട്, ചില പ്രോസസ്സുകളുണ്ട്. അത് പെയിൻഫുള്ളാണ്, അത് ചിലപ്പോൾ കഷ്ടങ്ങളായിട്ട് നമുക്ക് തോന്നാം. സോ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാതെ നമുക്ക് ആ ഉയർപ്പിൻ്റെ തേജസ്വീകരണത്തിൻ്റെ ലൈഫിനകത്തേക്ക് വരാൻ പറ്റത്തില്ല. സോ പുത്രത്വം എന്ന് പറയുന്നതാണ് ക്രൂശീകരണത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. പീഠാനുഭവങ്ങളെന്ന് പറയുന്നത്, കഷ്ടങ്ങളെന്ന് പറയുന്നത്, ജീസസിൻ്റെ പീഠാനുഭവങ്ങളെന്നൊക്കെ പറഞ്ഞ് ഹൈലൈറ്റ് ചെയ്യുന്നത് ഏതല്ല, നമ്മളിപ്പോൾ മതം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പീഠാനുഭവങ്ങളല്ല. ഈ പുത്രത്വത്തിൻ്റെ ജീവിതക്രമത്തിനകത്ത് മറ്റുള്ളവരാൽ അനുഭവിക്കേണ്ടി വരുന്ന വിമർശനങ്ങളും എതിർപ്പുകളും അവഗണനകളും പരിഹാസങ്ങളും ഒക്കെ തന്നെയാണ് ഈ കഷ്ടമെന്ന് പറയുന്നത്. കാരണം ഞാനത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് അനുഭവിക്കുന്നത് കൊണ്ട് എനിക്കറിയാം. നിങ്ങൾ എൻ്റെ ഫേസ്ബുക്കോ എൻ്റെ യൂട്യൂബോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ചില പോസ്റ്റുകൾ ഇടുമ്പോൾ, ഞാൻ ചില വീഡിയോസ് ഇടുമ്പോൾ, ചില റീൽസ് ഇടുമ്പോൾ അതിനകത്ത് ക്രിസ്തീയ സഹോദരന്മാർ വന്ന് പറയുന്ന വൾഗറായിട്ടുള്ള ലാംഗ്വേജ് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. എസ്പെഷ്യലി നിങ്ങൾ എൻ്റെ ഫേസ്ബുക്കിനകത്തുള്ള റീൽസിൻ്റെ വരുന്ന കമൻറ്റ് വായിച്ചാൽ മതി. നല്ല ഒന്നാന്തരം പാരമ്പര്യ കുടുംബത്തിനകത്തുള്ള യുവാക്കളും യുവതികളുമാണ്. യുവാക്കൾ മാത്രമല്ല, യുവതികളും നല്ല ഒന്നാന്തരം ലാംഗ്വേജിനകത്താണ് വൾഗർ പറയുന്നത്. നമ്മുടെ ക്രിസ്ത്യൻ യുവാക്കളുടെയും യുവതികളുടെയും സംസ്കാരം അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ റീൽസിനകത്തുള്ള കമൻറ്റ് നിങ്ങൾ വായിച്ചാൽ മതി. സോ ഇതൊക്കെയാണ് ഈ പീഠാനുഭവങ്ങളിനകത്ത് വരുന്നത്. പുറത്തിറങ്ങി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അച്ഛന്മാരും ബിഷപ്പുമാരും കൂടെ ചാടി വീഴും. ഈവൻ ഞാൻ ലഹരി വിരുദ്ധ ക്യാമ്പയിനിങ് ആയിട്ട് 1-2 സ്കൂളുകളിൽ ഇതിൻ്റെ ലഹരിക്ക് വിരോധമായിട്ട് കുഞ്ഞുങ്ങളെ സജ്ജമാക്കാനും കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടെ ജീവിതത്തിൻ്റെ ലഹരിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനൊക്കെ ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായിട്ടൊക്കെ സ്കൂളുകളിൽ പോകുമ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളാണെങ്കിൽ മനോജ് അച്ഛനാണോ ഡോർ ക്ലോസ്ഡ്. കാരണം ഇന്ന് MDMA-യെക്കാളും കഞ്ചാവിനേക്കാളും ഒക്കെ വലിയ ലഹരിയായിട്ട് അച്ഛന്മാരിലിരിക്കുന്നതാണ് മതത്തിൻ്റെ ലഹരി. മതത്തിൻ്റെ ലഹരിക്കകത്ത് കൂത്താടി ഉന്മാദിച്ച് നിൽക്കുന്ന അച്ഛന്മാരാണ് ആദ്യം, അവർക്കാണ് ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനിങ് കൊടുക്കേണ്ടത്. കാരണം മതത്തിൻ്റെ ലഹരി തലയ്ക്ക് പിടിച്ചിരിക്കുക. അല്ല, കുട്ടികൾക്കല്ല ലഹരി വിരുദ്ധത്തിൻ്റെ ക്യാമ്പയിനിങ് കൊടുക്കേണ്ടത്. MDMA-യെക്കാളും കഞ്ചാവിനേക്കാളും ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്നത് മതത്തിൻ്റെ ലഹരിയാണ്. ഇത് തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പോകത്തില്ല, അവൻ്റെ ജീവനും കൊണ്ടേ പോകത്തുള്ളൂ. എന്നാൽ അവന് മാത്രമല്ല മറ്റുള്ളവരെയും ജീവിക്കാൻ അവനെ അനുവദിക്കത്തില്ല. ഈ മതത്തിൻ്റെ ലഹരിയെ കുഞ്ഞു പ്രായത്തിലെ കുഞ്ഞുങ്ങളുടെ തലയ്ക്കകത്ത് ഇഞ്ചക്റ്റ് ചെയ്ത് കുഞ്ഞുങ്ങളെപ്പോലും നല്ല പൗരന്മാരായിട്ട് ജീവിക്കാൻ അനുവദിക്കാതെ ഈ മതത്തിൻ്റെ ലഹരി അകത്തേക്ക് കൊടുക്കുന്ന ഒരു ഏറ്റവും വലിയ വൾഗറായിട്ടുള്ള ലഹരി മാഫിയ എന്ന് പറയുന്നത് മതഭക്താക്കൾ തന്നെയാണ്. അത് ക്രിസ്ത്യൻ മതത്തിൽ മാത്രമല്ല, മുസ്ലിം മതത്തിനകത്തും ഹൈന്ദവ മതത്തിനകത്തും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത്തിരി തീവ്രത കൂടുതൽ പെന്തിക്കോസ് മേഖല പോലുള്ള ക്രിസ്ത്യൻ മതത്തിനകത്ത് തന്നെയാണ് ഈ ലഹരി ക്യാമ്പയിനിങ് നടക്കുന്നത്. സോ ആദ്യം മതത്തിൻ്റെ ലഹരിയിൽ നിന്ന് വെളിയിൽ വരണം. പിന്നെ ആകട്ടെ കഞ്ചാവും MDMA-യും മയക്കുമരുന്നും സിഗരറ്റും ഒക്കെ പിന്നെ അത് സെക്കൻഡറിയാണ്. അതിനകത്തൊക്കെ വെളിയിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ വളരെ ഈസിയാണ്. പക്ഷേ മതം അകത്തേക്ക് ഇൻജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്നൊരു വ്യക്തിയെ വെളിയിലേക്ക് കൊണ്ടുവരാൻ ഇറ്റ്സ് വെരി ഹാർഡ്, വെരി ടഫ്, പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ പെർസിക്യൂഷൻസ് എന്ന് പറയുന്നത്, പീഠാനുഭവങ്ങളെന്ന് പറയുന്നത്, കഷ്ടമെന്ന് പറയുന്ന ഈ ഒരു ലൈഫ് സ്റ്റൈല് പുത്രത്വത്തിൻ്റെ അകത്തുള്ള ഫസ്റ്റ് സ്റ്റേജിനകത്തുണ്ട്. ആ തേജസ്വീകരണത്തിനകത്തേക്ക്, ഉയർപ്പിനകത്തേക്ക് വരുന്നതിന് മുമ്പ് ഈ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകണം. അപ്പോൾ ഞാൻ 2 കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു. ഒന്ന്, മതത്തിൻ്റെ വേലിക്കെട്ടുകളിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ മാത്രമേ പുത്രത്വത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ ആക്റ്റീവ് ആകത്തുള്ളൂ. ജീസസിലും അപ്പോസ്തലന്മാരും പൗലോസിലും ഒക്കെ അത് തന്നെയാണ് സംഭവിച്ചത്. എന്നിലും അത് തന്നെയാണ് സംഭവിച്ചത്. രണ്ടാമത്തെ കാര്യം, ഈ സൺഷിപ്പിലുള്ള ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു പീഠാനുഭവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പെർസിക്യൂഷൻ്റെ ലൈഫ് സ്റ്റൈൽ ആദ്യം നമ്മൾ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അത് ആദ്യം വരുന്ന അപ്പനും അമ്മയിൽ നിന്നായിരിക്കാം, സഹോദരങ്ങളിൽ നിന്നായിരിക്കാം, പള്ളിയിൽ നിന്നായിരിക്കാം, നമ്മുടെ മതവക്താക്കളിൽ നിന്നായിരിക്കാം, അത് കഴിഞ്ഞിട്ട് ചാർച്ചക്കാരിൽ നിന്നായിരിക്കാം, കൂട്ടുകാരിൽ നിന്നൊക്കെ ആയിരിക്കാം, അത് കഴിഞ്ഞ് സൊസൈറ്റിയിൽ നിന്നൊക്കെ ആയിരിക്കാം. ഇതെല്ലാം യേശു അനുഭവിച്ചു, ഞാനും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് ഇതിൻ്റെ അകത്ത് ഡീഫോൾട്ടായിട്ട് കണക്റ്റഡ് ആണ്. അതാണ് റോമലേഖനം 8:17 പറയുന്ന കാര്യം. ക്ലിയർ? ഇനി അടുത്ത കാര്യമെന്ന് പറയുന്നത്, ഒരു മരണത്തിൻ്റെ പ്രോസസ്സിലേക്ക് നമ്മൾ കയറേണ്ടി വരും. ഈ കഷ്ടങ്ങളും പീഡാനുഭവങ്ങളും എല്ലാം ഒരു മരണത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ഏത് മരണം?
സോ ഈ മരണമാണ് ജീസസിന് ക്രൈസ്റ്റിന് സംഭവിച്ചത്, അപ്പോസ്തലന്മാരിൽ സംഭവിച്ചത്, നമുക്ക് സംഭവിക്കേണ്ടത്. ഏതാണ് ഈ മരണം? ഈ മതത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് നമ്മൾ മരിക്കണം. ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥയിൽ നമ്മൾ മരിക്കണം. മരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതെപ്പോഴും നമ്മളെ ഇങ്ങനെ ഒരു ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെപ്പോഴും ഈ പെർസിക്യൂഷനകത്ത്, ഈ കഷ്ടങ്ങളിനകത്ത് നമ്മളെപ്പോഴും ഇങ്ങനെ തളച്ചിട്ട് നമുക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാതെ നമ്മളെ ഒരു വല്ലാത്തൊരു രീതിയിൽ നമ്മളങ്ങ് തളച്ചിടും. ഇതാണ് ജീസസിലുണ്ടായ മരണം. ജീസസിൻ്റെ പ്രവർത്തനങ്ങളെ, ജീസസിൻ്റെ മിഷനെ, ജീസസിൽ ദൈവമിട്ടിരിക്കുന്ന പദ്ധതികളെ നിറവേറ്റാൻ പറ്റാതെ, ഫുൾഫില്ല് ചെയ്യാൻ പറ്റാതെ മതവക്താക്കൾ യേശുവിനെ തളച്ചിട്ട പ്രോസസ്സിനെയാണ് മരണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ മരണത്തിനകത്ത് നമ്മളുടെ ആ ബാല്യകാലം മുതൽ ശൈശവദശയിൽ ഈ ഒരു പുത്രത്വത്തിനകത്തേക്ക് വരുന്നത് വരെ നമ്മൾ അനുഷ്ഠിച്ച് വന്ന, ആചരിച്ച് വന്ന ആ നമ്മുടെ കൾച്ചറിനെ ബേസ് ചെയ്തിട്ട്, ന്യായപ്രമാണത്തെ ബേസ് ചെയ്ത്, മരണത്തെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ലൈഫിനെ അവിടെ മരിപ്പിക്കണം. എന്നാൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന ലൈഫ് സ്റ്റൈലിൽ, കൾച്ചറിൽ നമുക്കൊരു ജീവിതം തുടങ്ങാൻ പറ്റത്തുള്ളൂ. പറയുമ്പോൾ ഇത് കോംപ്ലിക്കേറ്റഡ് ഒന്നും ഞാൻ സിമ്പിളായിട്ട് പറയാം. ഇപ്പോൾ ഇന്ത്യയിൽ 30 വയസ്സ് വരെ ജീവിച്ചൊരു വ്യക്തി, അദ്ദേഹം അമേരിക്കയിലേക്ക് പോവുകയാണ്. അമേരിക്കയിൽ അവിടെ അദ്ദേഹത്തിന് പെർമനൻറ്റ് വിസ കിട്ടുന്നു. അപ്പോൾ അമേരിക്കയിൽ സിറ്റിസൺഷിപ്പിൽ അദ്ദേഹം ജീവിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ 30 വയസ്സ് വരെ ഇന്ത്യയിൽ നിന്ന് പഠിച്ചു വന്ന കൾച്ചറുമായിട്ട് അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ച് അവിടുത്തെ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. സോ എൻറ്റയർലി ഡിഫറൻറ്റ് കൾച്ചറാണ് അമേരിക്കയിലുള്ളത്. അപ്പോൾ ഞാൻ ഇന്ത്യയിൽ 30 വയസ്സ് വരെ ഇങ്ങനെയാണ് ജീവിച്ചത്, ഞാൻ റൈറ്റ് ഹാൻഡ് ഡ്രൈവാണ്, എനിക്ക് അവിടെ വന്നാലും റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇന്ത്യൻ കൾച്ചറെല്ലാം കൂടെ കൊണ്ടുവന്ന് അമേരിക്കയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അമേരിക്കയിൽ ജീവിക്കാൻ പറ്റത്തില്ല. അവരുടെ അടുത്ത് നിങ്ങളെ തൂക്കെടുത്ത് അകത്തിടും. അപ്പോൾ അമേരിക്കയിൽ ജീവിക്കണമെങ്കിൽ നിങ്ങൾ അമേരിക്കൻ കൾച്ചറിൽ ജീവിക്കണം. അപ്പോൾ ഇന്ത്യൻ കൾച്ചറിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം മരിക്കണം. ഇന്ത്യൻ കൾച്ചറും കൊണ്ട് അവിടെ ജീവിക്കാനായിട്ട് എന്തായാലും പറ്റില്ല. സോ ഇന്ത്യൻ കൾച്ചറിൽ നിന്ന് നിങ്ങൾ അമേരിക്കയിൽ ചെന്നിട്ട് ആദ്യം നിങ്ങൾക്ക് കുറച്ച് വർഷം എന്തുണ്ടാവും? ഒരു കഷ്ടപ്പാടുണ്ടാകും. ഈ കൾച്ചറിനെ മാറ്റി അവിടുത്തെ കൾച്ചറിൽ ജീവിക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും. ഇതിനെയാണ് ആ പീഠാനുഭവം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഇന്ത്യൻ കൾച്ചറിൽ കംപ്ലീറ്റ് ആയിട്ട് മരിച്ചവനായിട്ട് മാറും. പിന്നെ ഇന്ത്യൻ കൾച്ചറുമായിട്ട് നിങ്ങൾക്ക് ബന്ധമില്ല അമേരിക്കയിൽ ജീവിക്കുമ്പോൾ. ഇന്ത്യൻ കൾച്ചറിന് ആവശ്യമില്ല. സോ യു ആർ ഡെഡ് ടു ദ കൾച്ചർ ഓഫ് ഇന്ത്യൻ കൾച്ചർ. ഇന്ത്യൻ കൾച്ചറിൽ നിങ്ങൾ മരിക്കുന്നു, അമേരിക്കൻ കൾച്ചറിൽ നിങ്ങൾ ജീവിക്കുന്നു. സോ ഇതാണ് ആ മരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ജീസസിന് ന്യായപ്രമാണ സംബന്ധമായും ആചാരാനുഷ്ഠാനങ്ങൾ സംബന്ധമായും ആ ഒരു സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ആ കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു ജീവിത നിലവാരത്തിനും യേശു മരിച്ചവനായി തീർന്നു. ഇതുപോലെ നമ്മൾ മരിച്ചവരായി തീർണം. ഞാൻ 10 വർഷമായി പള്ളിയിൽ പോയിട്ട്, പള്ളിയിലുള്ള എന്തെങ്കിലും ഒരു ആചാരാനുഷ്ഠാനത്തിനകത്ത് പങ്കെടുത്തിട്ട് ഞാൻ 10 വർഷമായി. സോ ഞാൻ ഇന്ന് പള്ളി സിസ്റ്റത്തിന് മരിച്ചവനാണ്. മതത്തിൻ്റെ കൾച്ചറിന് ഞാൻ മരിച്ചവനാണ്. ഞാനിന്ന് ദൈവത്തിൻ്റെ പ്രമാണത്തിൽ, ദൈവത്തിൻ്റെ ആത്മപ്രമാണത്തിൽ ഞാൻ ലൈവായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ പള്ളി പോകാറില്ല. പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളിനകത്ത് ഞാനിപ്പോൾ പാർട്ടേക്ക് ചെയ്യാറില്ല. സോ ഐ ഡെഡ് ടു ദാറ്റ് കൾച്ചർ. ഇത് തന്നെയാണ് ജീസസിനകത്ത് സംഭവിച്ചത്. സോ യേശുവിൻ്റെ ക്രൂശ് മരണമെന്ന് പറയുന്നത് ന്യായപ്രമാണ സംബന്ധമായിട്ടുള്ള മരണമാണ്. ഇസ് ദാറ്റ് ക്ലിയർ? സോ ഇത് നമ്മിലുണ്ടാകണമെങ്കിൽ മാത്രമേ നമുക്ക് ഉയർപ്പിൻ്റെ ലൈഫ് സ്റ്റൈലിനകത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. സോ ഈ ഒരു പ്രോസസ്സ് ജീസസിൽ ആരംഭിക്കുന്നത് ആ 40 ദിവസത്തെ മരുഭൂമിയിലുള്ള ആ ഒരു ജീവിതമാണ് ജീസസിനകത്ത് ഈ മരണത്തിൻ്റെ അവസ്ഥ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ മരുഭൂമിയിൽ ഇരിക്കുമ്പോൾ 40 days കണ്ടിന്യൂസ് ആയിട്ട് ഈ ടെംപ്റ്റേഷനാണ്. ഏത് ടെംപ്റ്റേഷൻ? പുത്രത്വത്തിനകത്തുള്ള ജീവിതവും അതുവരെയുള്ള മാനുഷിക ജീവിതം. അതിനാണ് സാത്താൻ വന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. സാത്താൻ എന്ന് പറയുന്ന മാനുഷിക ജീവിതത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ, മതത്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ് സാത്താൻ. അത് ദൈവത്തിന് എഗൻസ്റ്റാണ്. അത് ജഡത്തിലെ ജീവിതമാണ്. സോ ആ ജഡത്തിലെ ചിന്തയാണ് സാത്താൻ്റെ ചിന്ത. അപ്പോൾ യേശുവിൽ ഇത് രണ്ടും തള്ളിക്കയറി വരുമായിരുന്നു. നീ പുത്രനാണെങ്കിൽ ഇതേ കിടക്കുന്നില്ലേ കല്ല്, അപ്പം മാക്ക്. ഇതല്ലേ നമ്മുടെ പ്രാസംഗികന്മാരും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു ചെറിയൊരു അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റേജിൽ നിന്ന് ഷോയാണ്, മാനുഷിക ഷോ. എനിക്ക് ദൈവത്തിൻ്റെ അഭിഷേകം കിട്ടി, പിന്നെ ഷോയാണ്, പിന്നെ രോഗശാന്തി, അത് ഇത് ചപ്പ് ചവറ്, ഷോ ഓഫ്. യേശുവിലും ഇത് ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനെ ജീസസ് മരിപ്പിച്ചു.
തൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തിയിൽ ആ ദൈവത്തിൻ്റെ കൾച്ചറിലിട്ടിട്ട് അപ്പമാക്കി തിന്നാൻ വേണ്ടിയിട്ടല്ല സംശയം. നീ ദൈവത്തിൻ്റെ പുത്രനുണ്ടെങ്കിൽ ഇതിനപ്പമാക്കടാ എന്നുള്ളതാണ് ചിന്ത വന്നത്. അതാണ് സാത്താനിക് തോട്ട്, മാനുഷിക ചിന്ത. പുത്രത്വം കല്ലിനെ അപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. കൂടെ രോഗികളെ സ്ട്രക്ചറിൽ കൊണ്ടുവന്ന് തുള്ളിച്ചാടി വിട്ട് പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ ചാനലിലിട്ട് കയ്യടി മേടിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല ദൈവത്തിൻ്റെ അനോയിൻറ്റിങ് എന്ന് പറയുന്നത്, പുത്രത്വം എന്ന് പറയുന്നത്. സോ കല്ലിനെ അപ്പമാക്കി ഷോ ഓഫ് നടത്താനല്ല പുത്രത്വം. അപ്പോൾ ജീസസിൻ്റെ മാനുഷിക ഭാവത്തെ, മതത്തിൻ്റെ ചിന്തകളെ കൊല്ലുകയാണ്, മരിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് അടുത്ത് വന്നു 91 സങ്കീർത്തനകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ജീസസെ നീ ചാടി നോക്ക്, ദൂതന്മാരെ അയച്ച് നിന്നെ പുഷ്പം പോലെ ദൂതന്മാരിങ്ങനെ താങ്ങിക്കൊള്ളും. നീ ചാട്, നീ പുത്രനല്ലേ, ചാടിയാൽ ദൈവം നിൻ്റെ ഏഞ്ചൽസിനെ അയച്ച് നിന്നെ താങ്ങും. അപ്പോൾ മതത്തിൻ്റെ ചിന്തയാണ്. സൺഷിപ്പിൽ നിന്നുകൊണ്ട് മതചിന്ത വരികയാണ്. 91 സങ്കീർത്തനം തികട്ടി വരികയാണ്. അപ്പോൾ ജീസസ് അതിനെയും മരിപ്പിക്കുക. 91 സങ്കീർത്തനം ഞാൻ മനുഷ്യനായിരുന്നപ്പോൾ, മതത്തിൻ്റെ കീഴായിരുന്നപ്പോൾ, മാനുഷിക നിയമത്തിനകത്തുള്ളതാണ് 91 സങ്കീർത്തനം. ദൈവപുത്രന് 91 സങ്കീർത്തനം വേണ്ട. ചാടിയാൽ താങ്ങാമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, നീ കാലിടറി വീണാൽ താങ്ങാമെന്നാണ്. സോ മതത്തിൻ്റെ ചിന്തകളെല്ലാം ജീസസ് അവിടെ വീണ്ടും മരിപ്പിച്ചു. 91 സങ്കീർത്തനത്തിന് ജീസസ് അവിടെ മരിക്കുന്നു. സോ ഈ 40 ദിവസം കൊണ്ടാണ് മരണത്തിൻ്റെ പ്രോസസ്സ് ജീസസിൽ ആക്റ്റീവ് ആകുന്നത്. സോ ഇതുപോലെ നമ്മളും അഭിഷേകം കിട്ടിക്കഴിയുമ്പോൾ ആ ഒരു മാനുഷിക ഭാവത്തിൽ നിന്ന് ദൈവിക ഭാവത്തിനകത്തേക്കുള്ള പരിവർത്തനത്തിനകത്ത് ഈ മരണം നമുക്ക് അനിവാര്യമാണ്. ഏത് മരണം? മതത്തിന് നമ്മൾ മരിച്ചവരാകണം, ന്യായപ്രമാണത്തിന് മരിച്ചവരാകണം. ഓക്കെ, അത് തന്നെയല്ലേ കൊലോസ്യറിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ന്യായപ്രമാണത്തിൻ്റെ കീഴെ ജനിച്ചവനായി ജീസസിനെയും നിയോഗിച്ച് ജീസസിൽ ആ ഒരു പ്രോസസ്സ് ഉണ്ടാക്കിയത് എന്തിനാ? 5-ാം വാക്യത്തിൽ പറയുന്നു, നമുക്കും അതേ രീതിയിലുള്ളൊരു ട്രാൻസിഷൻ വേണം. നമ്മളെയും ന്യായപ്രമാണത്തിനകത്തുനിന്ന്, അടിമത്വത്തിനകത്തുനിന്ന് വിലയ്ക്ക് വാങ്ങിച്ച് പുത്രത്വത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനകത്തേക്ക് നമ്മയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്രോസസ്സ് ജീസസിൽ വെച്ചത്. സോ നമുക്കും അത് വേണം. ഫൈൻ. സോ അടുത്ത ഘട്ടമെന്ന് പറയുന്നത് ഈ ഒരു കഷ്ടാനുഭവങ്ങളിലൂടെ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന കൾച്ചറിൽ നമ്മൾ മരിക്കപ്പെടണം. അതിനകത്തൊരു അടക്കം, ബെറിയൽ വേണം, പിന്നെ എഴിച്ചു വരരുത്. അതുകൊണ്ടാണ് വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നത്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി, വീണ്ടും അടിമനുഖത്തിൽ നിങ്ങൾ കുടുങ്ങി പോകരുത്. അടിമനുഖം ഏതാ? മതമാണ്. വീണ്ടും പിന്നെ പള്ളിയിൽ പോകേണ്ട ആവശ്യമില്ല, പ്രാർത്ഥിക്കാനായിട്ട് പള്ളിയിൽ പോകേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് മതത്തിൻ്റെ കൂതാശകൾ വേണ്ട. പുത്രൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പുത്രൻ ഇതിനൊക്കെ അതീതനാണ്. സോ ശൈശവദശയിലിരിക്കുമ്പോൾ ഇതൊക്കെ ആവശ്യമാണ്. മതത്തിനകത്ത് ഇതൊക്കെ ആവശ്യമാണ്. മതത്തിൽ നിന്ന് പുറത്തു വന്ന ജീസസിന് ഇതിൻ്റെ ആവശ്യമില്ല. മതത്തിൽ നിന്ന് പുറത്തു വന്ന പുത്രന്മാർക്കും മതത്തിൻ്റെ കൂതാശകൾ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ കൂതാശകളാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശൈശവത്തിൽ കിടക്കുന്ന വ്യക്തികൾക്ക്, അവർക്കാണ് കൂവരവും കുറുക്കും ഒക്കെ കൊടുക്കേണ്ടുന്നത്. കട്ടിയായ ആഹാരം കഴിക്കുന്നത് പുത്രന്മാരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സമയം പെട്ടെന്ന് പോകുന്നു. ഞാൻ ഒരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഓക്കെ, അപ്പോൾ പുത്രത്വത്തിനകത്തേക്കുള്ള ട്രാൻസിഷൻ, അതിനകത്തുള്ള പീഠാനുഭവങ്ങൾ, കഷ്ടപ്പാടിൻ്റെ ആ ഒരു ചെറിയൊരു പ്രോസസ്സ്, അത് കഴിഞ്ഞിട്ട് മരണം, അത് കഴിഞ്ഞിട്ട് അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഡെഡായി കഴിഞ്ഞാൽ പിന്നെ ഒരു അടക്ക ശുശ്രൂഷ വേണം. ആ അടക്കം എന്ന് പറഞ്ഞാൽ പിന്നെ അതുമായിട്ട് പിന്നെ ബന്ധമേ ഇല്ല. നിങ്ങൾക്ക് ആ വ്യവസ്ഥയുമായിട്ട് പിന്നെ ഒരു തരത്തിലുള്ള ബന്ധം ഉണ്ടാകത്തില്ല. അത്തരത്തിൽ നിങ്ങൾ അതിനകത്ത് അടക്കപ്പെട്ട് കഴിയുമ്പോഴാണ് ആ പ്യൂപ്പയുടെ അനുഭവം നിങ്ങളിലേക്ക് ഉണ്ടാകുന്നത്, ഇല്ലേ? ആ പുഴുവിൻ്റെ അനുഭവത്തിൽ നിന്ന് ബട്ടർഫ്ലൈയുടെ അനുഭവത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പീരീഡ് ഡെഡായിട്ടിരിക്കണം. ആ ഡെഡായിട്ടിരിക്കുന്ന പീരീഡിനാണ് ആ അടക്കമെന്ന് പറയുന്നത്. മരിച്ചു കഴിഞ്ഞാൽ അതിന് അടക്കം അങ്ങനെ പെർമനൻ്റ് ആക്കുന്ന, ആ മരിച്ച അവസ്ഥയെ സീൽ ചെയ്യുന്ന, അതിനെ ശരിക്കും പബ്ലിക്കാക്കുന്ന, അതിനെ ശരിക്കും കൺഫേം ചെയ്യുന്ന, ആ മരണത്തെ ശരിക്കും സ്ഥിരീകരിക്കുന്ന ഒരു പ്രോസസ്സാണ് അടക്കം. അടക്കം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നുകിൽ അതോടുകൂടെ തീർന്നു, അല്ലെങ്കിൽ അതിനകത്തൊന്ന് പുതിയൊരു ലൈഫ് ഉണ്ടായി വരും. ഇതാണ് ഉയർപ്പ്. അപ്പോൾ ആ പ്യൂപ്പയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പുഴുവിൻ്റെ രൂപത്തിലുള്ള ഒരു രൂപസാമ്യവും ഇല്ലാത്ത പുതിയ മനോഹരമായ മറ്റൊരു പ്രകൃതമാണ് ആ പ്യൂപ്പയ്ക്കകത്ത് നിന്ന് വെളിയിൽ വരുന്നത്. സെയിം വേ ആ ജീസസിൻ്റെ ലൈഫിനകത്ത് മതവ്യവസ്ഥകൾക്ക് മരിച്ച് അതിനകത്ത് അടക്കപ്പെട്ടിട്ട് ജീസസ് പുറത്തേക്ക് വരുന്നത് ശരിക്കും ആത്മാവിൻ്റെ ലൈഫ് സ്റ്റൈലിലാണ്.
അപ്പോഴാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും അമാനുഷികമായ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്നത്. സെയിം വേ നമുക്കും ആ ഒരു ഡെഡ് ടു ദാറ്റ് പ്രോസസ്സ്, മതത്തിൻ്റെ പ്രോസസ്സിനകത്ത് ഡെഡായി അതിനകത്ത് നമ്മളത് സ്ഥിരീകരിച്ച് അടക്കം കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു തേജസ്സിൻ്റെ ലൈഫ് സ്റ്റൈൽ നമ്മുടെ ലൈഫിനകത്തേക്ക് വരാൻ തുടങ്ങും. ഉയർപ്പിൻ്റെ ദൈവപുത്രനായിട്ടുള്ളൊരു ജീവിതം നമ്മൾ സംജാതമാകും. അത് മതത്തിനകത്തുള്ള വ്യക്തികളുടെ അടുത്തിട്ട് എത്ര പറഞ്ഞാലും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞാനീ പറയുന്ന കാര്യങ്ങളൊന്നും മതത്തിൻ്റെ വ്യക്തികൾക്ക് ഡൈജസ്റ്റ് ആകത്തില്ല. കാരണം അവിടെ എവിടെ കിടക്കുക? ആ ശൈശവത്തിൽ കിടക്കുക. ശൈശവത്തിൽ ഇരിക്കുന്നൊരു വ്യക്തിയെ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ഒരു 4ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ ചോദിച്ചു തുടങ്ങും, അമ്മ ഞാൻ എങ്ങനെ അമ്മയുടെ വയറ്റിനകത്ത് വന്നേ? അമ്മ എങ്ങനെ എന്നെ പ്രസവിച്ചേ? എങ്ങനെ ഞാൻ അമ്മയുടെ വയറിനകത്ത് കയറിക്കൂടി? ഇതൊക്കെ കുഞ്ഞുങ്ങൾ 4 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ചോദിച്ചു തുടങ്ങും. അപ്പം നമുക്ക് ആ പ്രോസസ്സ് കംപ്ലീറ്റ്ലി പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കും, ഞങ്ങൾ അപ്പനും അമ്മയും കല്യാണം കഴിച്ചു, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദൈവം ദാനമായിട്ട് നിന്നെ ഞങ്ങൾക്ക് തന്നതാണ്. അതുവരെയൊക്കെ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ ആ ഒരു ലൈംഗിക ജീവിതത്തിനകത്തുള്ള ഇൻ്റർകോഴ്സിനെ കുറിച്ചും ആ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഒരു 4 വയസ്സായ കുഞ്ഞിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്താൽ അവന് ഗ്രഹിക്കാൻ പറ്റത്തില്ല. അവന് പേടി ഉണ്ടാകത്തേ ഉള്ളൂ. ഒരുപക്ഷെ പിന്നെ അവന് ഫാമിലി ലൈഫിനോട് വിരക്തി പോലും ഉണ്ടായേക്കാം. സോ ആ പ്രോസസ്സ് നമ്മൾ 4 വയസ്സായ കുഞ്ഞിൻ്റെ അടുത്ത് പറയത്തില്ല. സോ സെയിം വേ ആത്മീക ജീവിതത്തിനകത്തുള്ള ഉയർപ്പിൻ്റെ ലൈഫ് സ്റ്റൈലും അതിനകത്തുള്ള കൾച്ചറും അതിനകത്തുള്ള പീസും അതിനകത്തുള്ള ജോയും അതിനകത്തുള്ള എൻത്യൂസിയാസവും അതിനകത്തുള്ള ആ ഒരു പൊട്ടൻഷ്യലും ഒക്കെ മതത്തിനകത്തുള്ള ശൈശവദശയിൽ കിടക്കുന്ന വ്യക്തികളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദുരൂഹവേശമായിട്ട് തോന്നും, അവർക്ക് പൊട്ടത്തനമായിട്ട് തോന്നും. സോ ഇന്ന് എന്നെ എതിർക്കുന്ന വ്യക്തികളെല്ലാം മതത്തിനകത്ത് കിടക്കുന്ന പുഴുക്കളാണ്. അവർക്കിതൊന്നും മനസ്സിലാകത്തില്ല. സോ മനസ്സിലാകാൻ ആഗ്രഹമുള്ള വ്യക്തികൾക്ക് ഇതിനകത്തുള്ള കാര്യങ്ങൾ ചെറിയ രീതിയിൽ അവർക്ക് കത്തും. അങ്ങനെ വാഞ്ചയുള്ള വ്യക്തികൾ ഞാനുമായിട്ട് കണക്റ്റഡ് ആവും. അങ്ങനെ കണക്റ്റായിരിക്കുന്ന വ്യക്തികൾ ഒരുപാട് പേരുണ്ട്. ആ ഒരു ആത്മീയതയിലുള്ള പുരോഗമനം ആസ്വദിച്ച് ഇന്ന് ഒരു വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്ന വ്യക്തികൾ ധാരാളമുണ്ട്. സോ ഇന്ന് എന്നെ കേൾക്കുന്ന വ്യക്തികൾ അത്തരത്തിൽ ആഗ്രഹമുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളെ ദൈവം അതിന് സജ്ജമാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും ബ്ലസ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, സോ ഇതാണ് ആ ഉയർപ്പിൻ്റെ മരണം അടക്കം ഉയർപ്പിൻ്റെ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ബൈബിൾ നമ്മെ കൊണ്ടുപോകുന്നതൊക്കെ പഠിപ്പിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു അറിവിൽ നിന്നുകൊണ്ട് ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ബൈബിളിനകത്തുള്ള ആത്മീയ സത്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ അത് നിങ്ങളിൽ ജീവനായിട്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത് ഫലവത്തായിട്ട് മാറാൻ തുടങ്ങും. അതല്ല മതത്തിൻ്റെ ആംഗിളിൽ നിന്നാണ് നിങ്ങൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മരണം വരെ അതിനകത്ത് തന്നെ ജീവിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് സമയത്തിൻ്റെ ദൗർലഭ്യം കൊണ്ട് ഞാൻ നിർത്തുക. വീണ്ടും എന്നെ കേൾക്കുന്ന വ്യക്തികൾക്ക് ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ, യേശുവിലുണ്ടായ ഉയർപ്പിൻ്റെ ലൈഫ് സ്റ്റൈൽ, പൗലൂസിലുണ്ടായ ആത്മാവിൻ്റെ ലൈഫ് സ്റ്റൈൽ, റോമാലേഖനം 8-ാം അധ്യായം 1 മുതൽ 17 വരെ പറയുന്ന ജീവിതത്തിൻ്റെ ആ ഒരു നിലവാരം അതിനകത്തെല്ലാം പറയുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന പ്രോസസ്സ് മുഴുവൻ റോമർ 8-1 മുതൽ 17 വരെ പറയുന്നുണ്ട്. ഈ പ്രോസസ്സ് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താലും ആ ഒരു പ്രോസസ്സ് നിങ്ങളുടെ ലൈഫിനകത്ത് ആക്റ്റീവാക്കി നിങ്ങളെ ഒരു ദൈവം ആഗ്രഹിക്കുന്ന നിലവിൽ പുത്രത്വത്തിനകത്തുള്ള ലൈഫ് ആസ്വദിക്കാനായിട്ട് എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. Okay, so please do contact with me through chat or through mail or whatever means you like to. Okay, please come forward and I can surely help you. Thank you. God bless you.